മാനവനിൽ മഹോന്നതനായ മുഹമ്മദ് നബി ഇപ്പോൾ ആരിഫ് ഹുസൈൻ കാരണം പലപ്പോഴും എയറിലാണ്. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ ഇസ്ലാമിലേക്ക് വരാം അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കോ, ഇതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞമ്മക്ക് ഞമ്മൻ്റെ മതം അതില്ല. അപ്പോൾ ഈ കത്ത് കിട്ടിയപ്പോൾ ഇയാൾ തിരിച്ചയക്കണത് എന്താണ്? ഇല്ല, എനിക്ക് സൗകര്യം ഇല്ല എന്ന് മാത്രമല്ല, ഈ കത്ത് തന്നുവിട്ട ആൾക്ക് ഒരു സമ്മാനം കൊടുത്തയക്കാണ്. ആ സമ്മാനമായിട്ട് കൊടുത്തയക്കുന്നത് 2 അടിമ പെണ്ണുങ്ങളെയാണ്. ഒരു ഭാര്യ, ഹഫ്സ എന്ന് പറയുന്ന ഭാര്യയെ നുണ പറഞ്ഞ് ബാപ്പ വിളിക്കണ്ട, ഒന്ന് ചെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ബാപ്പയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ആ പോയ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ്, ആ 5 മിനിറ്റ് ഗ്യാപ്പ് ഈ അടിമയുമായിട്ട് ഉള്ള വീഴ്ചയാണ് പിന്നെ അവിടെ സംഭവിക്കുന്നത്. മാനവരിൽ മഹോന്നതനാണ് കേട്ടോ. ഇങ്ങനെ 2 പെണ്ണുങ്ങളെ, അതും അടിമ പെണ്ണുങ്ങളെ തന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് വീഴുന്നാണോ ധരിക്കുന്നത്? തിരിച്ചയക്കണം. അപ്പം യുദ്ധം ചെയ്യേണ്ട ആളല്ലേ, അതല്ലേ വേണ്ടത്. തിരിച്ചയക്കണൊക്കെ പോട്ടെ. മുഹമ്മദ് നബി എന്താ ചെയ്തത്? കൊള്ളാലോ, അന്നങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞാൽ 2 വെക്കുക മാത്രമല്ല, അതിൽ 1 കൂടെ നിർത്തി. 2 പോറ്റാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് 1 വേറെ ആൾക്ക് കൊടുക്കുകയും ചെയ്തു. 6 വയസ്സുള്ള ആ കുട്ടിക്കുള്ള ബോധമാണ് ഞാനീ പറയുന്നത്. ആ കുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പെണ്ണുകൂട്ടി തരാൻ പടച്ചോൻ എന്തൊരു തിടുക്കാണെന്നും ആയിഷ ചോദിക്കുന്നത് കേൾക്കാം. സാക്ഷാൽ പടച്ചോൻ പോലും തെറി വിളിച്ചിരിക്കുന്നു. പിന്നെയാണ് തന്തയില്ലാത്തവനെന്ന് വിളിച്ചിരിക്കുന്ന ആളാണ് അള്ളാഹു. അത് ഖുറാനിൽ തന്നെയുള്ള വാക്കുകളാണ്. അതേപോലെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു ദൈവം. ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിലൂടെ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്ത് പോലും ഈ ലോകത്തില്ല. അത് എവിടെയും വിജയിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും വയലേഷൻ, എല്ലാ തരത്തിലും ഒരു സാമൂഹിക വിരുദ്ധതയാണ് സത്യത്തിൽ ബാങ്ക് വിളി എന്ന് പറയുന്നത്. ഒരു സാമൂഹിക വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ബാങ്ക് വിളി. ബാങ്ക് പോലും ഇവിടെ വിളിക്കാൻ പറ്റുന്നു, പിന്നെയാണോ ഈ ഗണഗീതം എന്നാണ് ഞാൻ ചോദിക്കുക. എല്ലാത്തിനും പഴി ചാരാൻ ഒരാൾ, പണ്ടൊക്കെ ദൈവമായിരുന്നു, ഇന്നിപ്പോൾ മോദി ഉണ്ടെന്നുള്ളതാണ്. മാനവനിൽ മഹോന്നതനായ മുഹമ്മദ് നബി ഇപ്പോൾ ആരിഫ് ഹുസൈൻ കാരണം പലപ്പോഴും എയറിലാണ്. ഇങ്ങനെ പലരും ഇപ്പൊ അഭിപ്രായപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഇവിടെ പറയാറുള്ളൊരു കാര്യം, ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആളെ എന്തിനാണ് വിമർശിക്കുന്നത്? ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളാണല്ലോ എന്നൊക്കെയാണ് പറയുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആശയം വരുന്നത്, ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നത് മുഹമ്മദ് നബി എന്ത് ചെയ്തു അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളിടത്താണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം ഭയങ്കര നന്മയാണ്, ഭയങ്കര മോറൽ വാല്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുക. ധാർമ്മികത. അപ്പോൾ ധാർമ്മികത മനുഷ്യന് ഇല്ല, അത് കിട്ടിയത് മുഴുവൻ ദൈവം തന്നുകൊണ്ടാണ്. അതിൽ തന്നെ ഏറ്റവും മികച്ച ധാർമ്മികത ഇസ്ലാമിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ധാർമ്മികത ഉണ്ടോ? ആ ധാർമ്മികതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിച്ച ആളാണോ നബി? ഇത് നമ്മൾ ചോദിക്കും. അപ്പോൾ ഇവരുടെ കണ്ണിൽ ഒരു ധാർമ്മികത എന്ന് പറയുമ്പോൾ കടന്നു വരുന്നത് എന്താണ്? ഇപ്പോൾ റോഡിലെ നിയമങ്ങൾ പാലിച്ചു പോകുന്നതൊന്നും ഇവരുടെ കാഴ്ചയിൽ ധാർമ്മികതയല്ല. ലീഗലി ബാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കോളാമ്പി, അത് വെച്ചുകൊണ്ട് ദിവസം 5 നേരം ബാങ്ക് അലറി കൂവി വിളിച്ച് കൊടുക്കുകയാണ്, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അത് ധാർമ്മിക പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അത് ധാർമ്മികതയാണെന്ന് അവർ പറയാം. അത്രമാത്രം വയലേഷനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോയ്സ് വയലേഷൻ, പല വയലേഷൻസ് ഒറ്റയടിക്ക് ചെയ്യാൻ. ഇത് അവർക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇവരുടെ കണ്ണിലുള്ള അധാർമികത എന്ന് പറഞ്ഞാൽ ലൈംഗികത മാത്രമാണ് പ്രധാനമായിട്ട് പറയുന്ന സാധനം. അതാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നത്തെ വിഷയമേ അല്ല. അപ്പോൾ നമ്മൾ അത് തന്നെ എടുക്കുകയാണ്. അവിടെയാണ് മുഹമ്മദ് നബി ഒരു എന്താ പറയുക, ഈ പണ്ട് നമ്മൾ ഇന്റർനെറ്റൊക്കെ വരുന്നതിന് മുന്നേ സിംഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സിംഹമുണ്ട്. ഒരു വീഡിയോ ഉണ്ടല്ലോ, ഡോബർമാൻ, യഥാർത്ഥത്തിലുള്ള ഡോബർമാൻ, മലയാളിയായ ഡോബർമാൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. മറ്റേ കൈകൊട്ട് കുഞ്ചരാമ എന്നൊക്കെ പറയുമ്പോൾ കൈകൊട്ടി കളിക്കുന്ന ആ അവസ്ഥയിലായി ഇപ്പം മുഹമ്മദ് നബി. അതാണ് സംഭവിച്ചത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തിയുടെ ജീവിതം ഇസ്ലാം പറയുന്ന അളവുകോൽ എടുത്ത് വെച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏഴായാലത്തെത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ ഇപ്പോൾ വൈവാഹിക ജീവിതം അല്ലെങ്കിൽ ലൈംഗികത, അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സദാചാരം, ഇതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി കല്യാണം കഴിച്ചിട്ടുള്ള, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ 10-40ഓളം സ്ത്രീകളുണ്ടായിരുന്നു. ഓക്കെ, ഒരു അറേബ്യൻ ടിൻഡർ ആയിരുന്നു എന്നാണ് ഞാൻ പറയാറ്. അതൊന്ന്. ഇനി ഇതിൽ തന്നെ ഭാര്യമാരായിട്ടുള്ള ആളുകൾ ഒരു 10-12 പേര്, 11 പേരുണ്ട്. അതിൽ 6-ാം വയസ്സിൽ ഒരു കുട്ടീനെ കെട്ടിയിരിക്കുകയാണ്. അത് പീഡോഫീലിയയുടെ ഗണത്തിൽ വരും. ചെറിയ കുട്ടികളോട് കാണുമ്പോൾ. അതിൽ തന്നെ 1.5 വയസ്സുള്ള കുട്ടീനെ കണ്ടപ്പോൾ അടുത്ത വർഷം ഞാൻ ഈ കുട്ടീനെ കെട്ടെന്ന് പറഞ്ഞ് ആ പീഡോഫീലി എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇതാണ് മുഹമ്മദ് നബി. ഇനി ഇതിൽ തന്നെ അടിമകളെ ഇതേപോലെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് അടിമകളെ വെക്കുകയും അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തത്, അതായത് ബലാത്സംഗം ചെയ്തിട്ടുള്ള ആളാണ്.
ഇനി അതുകൂടാതെ ഈ പറയുന്ന അടിമ സ്ത്രീയെ, അതായത് മുഹമ്മദ് നബിയുടെ ലക്ഷ്യം എന്താണ്? മുഹമ്മദ് നബിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി ഒരു ആൾക്ക് കത്തെഴുതാണ്. ഞാൻ ഒരു പ്രവാചകനാണ്, മിസ്റ്റർ മുഹമ്മദ് എന്നാണ് എൻ്റെ പേര്, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കത്തയക്കുന്നു. അപ്പോൾ ആ കത്തയക്കുന്ന അയാൾക്ക് 2 ഓപ്ഷനാണ്. ഇല്ല, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്നാണല്ലോ, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം. ഇതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിൽ ഇന്നിപ്പോൾ നാട്ടുകാർ പറയുന്ന പ്രകാരമുള്ള ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. സംഭവിച്ചതല്ല. മുഹമ്മദ് നബി എഴുതിയത് ഇല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ ഇസ്ലാമിലേക്ക് വരാം അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കോ, ഇതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞമ്മക്ക് ഞമ്മൻ്റെ മതം അതില്ല. അപ്പോൾ ഈ കത്ത് കിട്ടിയപ്പോൾ ഇയാൾ തിരിച്ചയക്കണത് എന്താണ്? ഇല്ല, എനിക്ക് സൗകര്യം ഇല്ല എന്ന് മാത്രമല്ല, ഈ കത്ത് തന്നുവിട്ട ആൾക്ക് ഒരു സമ്മാനം കൊടുത്തയക്കാണ്. ആ സമ്മാനമായിട്ട് കൊടുത്തയക്കുന്നത് 2 അടിമ പെണ്ണുങ്ങളെയാണ്. ഓക്കെ, അപ്പോൾ മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് നബി എന്താ ചെയ്യേണ്ടത്? സത്യത്തിൽ ഓഹോ, ഞാൻ ദീനിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആളല്ലേ, എന്നെ ഇത്രയ്ക്ക് ചീപ്പാക്കിയോ, എന്നെക്കുറിച്ച് ഇവനൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ 2 പെണ്ണുങ്ങളെ, അതും അടിമ പെണ്ണുങ്ങളെ തന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് വീഴുന്നാണോ ധരിക്കുന്നത്? തിരിച്ചയക്കണം. അപ്പം യുദ്ധം ചെയ്യേണ്ട ആളല്ലേ, അതല്ലേ വേണ്ടത്. തിരിച്ചയക്കണൊക്കെ പോട്ടെ. മുഹമ്മദ് നബി എന്താ ചെയ്തത്? കൊള്ളാലോ, അന്നങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിന് വെക്കുക മാത്രമല്ല, അതിൽ 1 എണ്ണത്തിന് കൂടെ നിർത്തി, 2 എണ്ണത്തിന് പോറ്റാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് 1 എണ്ണത്തിന് വേറെ ആൾക്ക് കൊടുക്കാൻ ചെയ്തു. സമ്മാനം കിട്ടിയ സാധനം വേറെ ആൾക്ക് കൊടുക്കുന്നു. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് പോട്ടെ, ഇനി അങ്ങനെ സമ്മാനം കിട്ടിയ അടിമ അത് വീട്ടിലിരിക്കുന്നു. അപ്പോൾ ആ അടിമയെ എന്നാ പിടിച്ചിട്ട് എന്നാ അടിമ അല്ലാതെയാക്കി മാറ്റാലോ, അതും ചെയ്യാലോ. ഒരു മാനവരിൽ മഹോന്നതല്ലേ, അടിമ വ്യവസ്ഥിതി ഇല്ലാതെയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണെന്നാണ് ഇവർ പറയുള്ളത്. ഈ അടിമയെ അല്ലാതാക്കിയോ? ആ അടിമയായിരുന്നു മുഹമ്മദ് നബിയുടെ കാലത്ത്. അത് മാത്രമല്ല, ഈ ഭാര്യമാർ ഇത്ര എണ്ണം ഉണ്ട്. അതുള്ള സമയത്ത് അവരോടുള്ളത് തീരാതെ ഒരു ഭാര്യ, ഹഫ്സ എന്ന് പറയുന്ന ഭാര്യയെ നുണ പറഞ്ഞ് ബാപ്പ വിളിക്കണ്ട, ഒന്ന് ചെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ബാപ്പയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ആ പോയ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ്, ആ 5 മിനിറ്റ് ഗ്യാപ്പ് ഈ അടിമയുമായിട്ട് ഉള്ള വീഴ്ചയാണ് പിന്നെ അവിടെ സംഭവിക്കുന്നത്. മാനവരിൽ മഹോന്നതനാണ് കേട്ടോ. ഇത് അവിടെ നിൽക്കുന്നില്ല. ഇത് കണ്ടുകൊണ്ട് ഈ പറയുന്ന ഭാര്യ തിരിച്ചു വരും, നിങ്ങൾ എന്നെ പറ്റിച്ചൂലേ എന്ന് പറയുന്നത്. അപ്പോൾ ഭാര്യയെ പറ്റിക്കുന്ന മാനവരിൽ മഹോന്നതൻ. ഇത് കഴിഞ്ഞ് ഇത് കയ്യോടെ പിടികൂടുന്ന അവസ്ഥ വന്നപ്പോൾ ഉടനെ മാപ്പ് പറയാണ്. 4 കാലി വീണ് മാപ്പ് പറയുന്നൊന്ന് സങ്കല്പിച്ചാൽ മതി എങ്ങനെയായിരിക്കും എന്നുള്ളത്. മാനവരിൽ മഹോന്നതനാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഉടനെ ആയത്തിറക്കാണ്. ഇയാൾക്ക് തന്നെ തോന്നി ഇത് ശരിയാവില്ല, അങ്ങനെ ഇത് ഒരു തവണ പിടിച്ചു എന്നതിന്റെ പേരിൽ ഇനി ഒരിക്കലും ഇത് സംഭവിക്കാത്ത ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് ശരിയാവുന്ന ഒരു ഏർപ്പാടല്ലല്ലോ. പ്ലാൻ ബി എന്താണ്? അടുത്ത ആയത്തിറക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ആയത്തിറക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുവദിച്ച സാധനം നിങ്ങളുടെ ഭാര്യമാരെ പേടിച്ചിട്ട് നിങ്ങൾ സ്വയം നിഷേധിക്കുകയാണോ? അത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്കിത് ചെയ്യാം. ലീഗലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ ഇത്രയും തണ്ടിത്തരമൊക്കെ ചെയ്ത ഒരാളെ മാനവരിൽ മഹോന്നതനാണ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? ഇതാ ഞാൻ ചോദിക്കണം. ഇത് ഞാൻ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ധാർമ്മികത ഇസ്ലാമിലൂടെയാണെന്ന് പറയുകയും അതിൻ്റെ ഉത്തമ മാതൃക എന്ന് പറയുന്നത് ഉസ്വത്തുൻ ഹസന എന്നാ പറയുക മുഹമ്മദ് നബീനെ കുറിച്ച്. ഉത്തമ മാതൃക അത് മുഹമ്മദ് നബിയാണെന്ന് പറയും. ഈ മുഹമ്മദ് നബി ചെയ്തത് ഇമാതിരി സാധനങ്ങളാണെന്ന് പറയുമ്പോൾ അവിടെ ആ ഉത്തമ മാതൃക പൊളിയാണ്. പിന്നെ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ എടുക്കുക? ഇതിനകത്തുള്ള കാര്യങ്ങൾ പിന്നെ ദൈവികമാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഇതേപോലെ സ്ത്രീകൾ ശരീരം ദാനം ചെയ്യാൻ വേണ്ടി വരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് ആയിഷ, ഈ ചെറിയ കുട്ടി, 6 വയസ്സുള്ള ആ കുട്ടിക്കുള്ള ബോധമാണ് ഞാനീ പറയുന്നത്. ആ കുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പെണ്ണു കൂട്ടി തരാൻ പടച്ചോൻ എന്തൊരു തിടുക്കാണെന്ന് ആയിഷ ചോദിക്കുന്നത് കേൾക്കാം. അപ്പോൾ സ്വന്തം ഭാര്യയെ ചോദിച്ചു. ഇനി പോട്ടെ, ഇനി എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണയാണ്, വളച്ചൊടിക്കലാണെന്നൊക്കെ ഇനി പറഞ്ഞു തന്നെ കൂട്ടുക. ഒരു ഹദീസ് അതിൽ അതായത് മുഹമ്മദ് നബി ഭാര്യയും കൂടി കിടന്നുറങ്ങുകയാണ്, ഈ ആയിഷയും കൂടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവും കൂടി അങ്ങനെ കിടന്നുറങ്ങുന്നൊരു സമയമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറക്കത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഭർത്താവിനെ കാണുന്നില്ല. അപ്പോൾ നിങ്ങളെന്താ തപ്പുക? നിങ്ങളെന്താ വിചാരിക്കുക? എവിടെയെങ്കിലും വെള്ളം കുടിക്കാൻ പോയി, അല്ലെങ്കിൽ വല്ല ബാത്റൂമിൽ തലയിറങ്ങി വീണ് പാവം, ഇങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ആയിഷ ചിന്തിച്ച എന്താണ്? എന്നെ ഇവിടെ ഉറക്കി കെടുത്തിട്ട് ആൾ ഏത് പെണ്ണിൻ്റെ അടുത്തേക്കാണ് പോയെന്നാണ് ആയിഷ ചിന്തിച്ചത്. അപ്പോൾ നമ്മൾ മാനവരിൽ മഹോന്നതനാണ്, ഉത്തമ മാതൃകയാണ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയെക്കുറിച്ച് സ്വന്തം ഭാര്യ ചിന്തിച്ച എന്താണ്? എന്നെ ഉറക്കി കടത്തിയിട്ട് എന്തോ കള്ളപ്പണിക്ക് പോയതാണെന്നാണ്. ഇതാണോ ഉത്തമ മാതൃക എന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികത അത് ഉത്തമ മാതൃകയായിട്ട് കൊണ്ട് നടന്ന് നമ്മൾ കാണിച്ചു തന്ന വ്യക്തി മുഹമ്മദ് നബി ചെയ്തത് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ
ഇതെങ്ങനെ ധാർമ്മികമാവുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെയാണ് മുഹമ്മദ് നബി ഏറി പോകുന്നത്. അപ്പോൾ ഇവരുടെ തള്ളിമറിക്കലാണ് സത്യത്തിൽ ഇവർ ഈ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. ഇത് എല്ലാ മനുഷ്യന്മാരെ പോലെ ഒരു എല്ലാ കുഴപ്പങ്ങളും എല്ലാ കുന്തളിപ്പും ഉള്ള ഒരാളാണ് ഈ മുഹമ്മദ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ നമ്മൾ ഇവരെ വെറുതെ വിടൂലേ? ഇത് ചെയ്യാത്തതുകൊണ്ടാണ് മുഹമ്മദ് നബി ഏറി കയറി പോകുന്നത്. അത് ഇനിയെങ്കിലും ഒരു തിരുത്താന്ന് നമ്മൾ പറയും. തള്ളിമറിക്കൽ നിർത്തിയാൽ മതി. എനിക്ക് എന്തോ ഗാന്ധിജീനൊക്കെ ഓർമ്മ വന്നു പോയി ഈ കാര്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. എന്തിന് ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ട്? മഹോന്നതനാണെന്ന് പറഞ്ഞില്ല, പക്ഷെ മഹാത്മാവ് എന്ന വിശേഷണത്തിന് യോഗ്യനാണ്. അങ്ങനെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ ഇതങ്ങനെ ഉണ്ടല്ലോ. മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണ്. നമ്മളത് എന്താണ് അതിന് എന്താണ് മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിട്ട പോലെ ഇരുന്ന് അപ്പിയിടണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് അതിൽ ഏറ്റവും മികച്ച മാതൃക എന്നാണ് പറയുന്നത്. ഗാന്ധിജിയെ കുറിച്ച് അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? അതല്ല, ഗാന്ധിജിയുടെ ജീവിത രീതിയെ പറ്റിയാണ് ഞാൻ പറയുന്നു. നമ്മളത് ഫോളോ ചെയ്യണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ല. നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാമിൽ അതുണ്ടോ എന്നാണ് ചോദിക്കാം. അത് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് നബി അത് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പൊ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ നബിദിനൊക്കെ ഇത്രയും വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ കുട്ടികൾക്ക് ഈ ഒരു നബി ദിനത്തിൽ എന്ത് കാര്യമാണ് പറഞ്ഞു കൊടുക്കുക? നബി എന്ത് ചെയ്തു, എങ്ങനെയുള്ളവനാണ്, അങ്ങനെയൊക്കെ നമ്മൾ ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പോസിറ്റീവ് സൈഡ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ ഏത് രീതിയിലാണ് പറയുക? സത്യത്തിൽ അതൊരു വലിയൊരു പ്രശ്നമുള്ളൊരു ഏരിയ ആണത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാനും കുറെ ഈ നബിദിനവും അതൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ഒരാളാണ്. അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരു മതത്തിന്റെ ആഘോഷം എന്നുള്ള നിലയ്ക്ക് ഒരു സംഗതി ചെയ്യുന്നതിനോടൊന്നും നമുക്ക് എതിർപ്പല്ല. അതൊക്കെ വേണം തന്നെയാണ് ഞാൻ പറയാം. നബിദിനമൊക്കെ വേണം. ഞാനിപ്പോഴും നബിദിനം പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനോട് യോജിപ്പ് തന്നെയാണ് ഞാൻ പറയാം. പക്ഷേ ഇവിടെ ഈ തീവ്രവാദവും ഈ ഇസ്ലാമിക് പൊളിറ്റിക്സും ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് വെച്ചുകൊണ്ടുള്ള മറ്റ് ലോബിയിങ്ങും പിന്നെ ഈ മതപരിവർത്തനവും ഈ ലവ് ജിഹാദ് പരിപാടി പോലുള്ള സാധനങ്ങൾ, അങ്ങനെ പല പല സാധനങ്ങൾ ഈ ഇസ്ലാം ഉണ്ടാക്കുന്ന സമൂഹത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ പേപ്പട്ടി മതത്വം എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സംഗതിയെ നമ്മൾ വിമർശിക്കേണ്ട ഒരു ആവശ്യം പോലുമില്ല. മറ്റുള്ള മതങ്ങളൊക്കെ എങ്ങനെയാണ് പോണത്? ഇപ്പൊ നമ്മൾ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നില്ലേ? ക്രിസ്മസിലുള്ള അതിൻ്റെ ഐതിഹ്യം നമ്മൾ ഉൾക്കൊണ്ടിട്ടാണോ നമ്മളത് ആഘോഷിക്കുന്നത്? അത് ആ ഒരു ഒത്തുചേരലിനുള്ള ഒരു വഴിയായിട്ട് നമ്മൾ കാണുന്നു. ഓണം നമ്മൾ ആഘോഷിക്കുന്നു, അതിലെ ഐതിഹ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടാണോ? അല്ല, അതൊരു ആളുകളുടെ ഒരു സന്തോഷം. നബിദിനം വരട്ടെ, നമുക്കത് ആഘോഷിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒരു പെരുന്നാൾ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ വരട്ടെ, നമുക്കത് ആഘോഷിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ അഹിന്ദു ആണെങ്കിലും ഓണത്തിന് നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് ഹിന്ദുവിന് നിങ്ങളോട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ല. പക്ഷെ നിങ്ങൾ അമുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾ ഈ എക്സ് മുസ്ലിം ആവുന്ന മുറയ്ക്ക് പെരുന്നാളിന് നിങ്ങൾ ക്ഷണിക്കില്ല. ഒരു ഇഫ്താർ വിരുന്നുണ്ടായാൽ നിങ്ങൾ അതിലേക്ക് വിളിക്കില്ല. എൻ്റെ വീട്ടിലൊക്കെ ഇഫ്താർ വിരുന്നുകൾ എത്ര എണ്ണം നടക്കുന്നു? എന്നെ വിളിക്കാറുണ്ടോ? പെരുന്നാളിന് എന്നെ വിളിക്കാറുണ്ടോ? ഇല്ല. കല്യാണങ്ങൾക്ക് പോലും വിളിക്കാറില്ല. അപ്പോൾ എന്താ കാര്യം? അപ്പോൾ ഒരു ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയ ഒരാളോട് കാണിക്കുന്ന ശത്രുതാ മനോഭാവം എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. അത് ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണത്. നമ്മൾ പിന്നെ നമ്മളുടേതായിട്ടുള്ളൊരു സാമ്രാജ്യം വേറൊരെണ്ണം ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയമായി പോയത്. നമ്മൾ അവരെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളെ അവർ എന്തെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല, അവരവരെ വഴിക്ക് പോട്ടെ എന്നുള്ള ലെവലിൽ അവർ നമ്മളെ ഉപേക്ഷിച്ചപ്പോൾ നമ്മൾ അവരെ ഉപേക്ഷിച്ചു. അതാണ് അത് അവർ പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാവർക്കും ബാധകമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു റിജക്ഷൻ എവിടെയെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുക. നിങ്ങൾ അവരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്ത് അവർ പിന്നാലെ നടന്ന് പറയുന്ന സമയം കളയുന്നതെന്ന് ഞാൻ പറയാം. അവർക്ക് വേണമെങ്കിൽ വരട്ടെ. ഇത് റിലേഷൻസ് എല്ലാം 2 way ആയിരിക്കണം. അത് ബാപ്പ ഉമ്മ ആയാലും ശരി, മക്കൾ, ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ, ബിസിനസ് റിലേഷൻസ്, എന്ത് തന്നെയായാലും ഒക്കെ 2 way ആയിരിക്കണം. പൊതുവേ കാണുന്നത് ഇതെല്ലാം 1 way ആവുന്നതാണ്. അവിടെയാണ് ഇല്ല. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഇതിൽ ആ ഒരു പ്രശ്നമുണ്ട് ഈ നബിദിനത്തിന്. അപ്പം അതുകൊണ്ട് തന്നെ നബിദിനത്തിൻ്റെ പേരിൽ ഞാൻ നബിയെ മോശമാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ആ സമയത്ത് ഞാൻ ഉപയോഗിക്കാറില്ല. അത് ആ നബിദിനം ആഘോഷിക്കുന്ന മുസ്ലിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ സലഫി, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, ഇവരൊന്നും ഇത് ചെയ്യാറില്ല. ഇവരൊക്കെ ഈ നബിദിനത്തിനെതിരെ പറയുന്ന ആളുകളാണ്. ഓക്കെ. അപ്പോൾ അവർ ഓൾറെഡി അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും മാത്രമല്ല അത് ആഘോഷിക്കുന്ന ആ മുസ്ലിങ്ങളുണ്ടല്ലോ, അവരാണ് ഇവിടുത്തെ മെജോറിറ്റി എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നാട്ടിലൊരു കുഴപ്പമുണ്ടാവില്ല. അതാണ് ഞാൻ പറയാം. അവരങ്ങനെ അങ്ങോട്ട് പോയേനെ. അവരെ നമുക്ക് മാറ്റാനും എളുപ്പമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവന്ന സമയത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഹറാമാണെന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകളാണ് ഇവിടുത്തെ സമസ്ത. പക്ഷെ അതേ സമസ്ത ഇന്ന് ഇവിടെ സ്കൂൾ നടത്തുന്നു.
ഓക്കെ, മാളിയേക്കൽ മറിയുമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഉമ്മാനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അവർ ഇംഗ്ലീഷ് പഠിച്ച ആദ്യത്തെ മുസ്ലിം വനിതയാണെന്നാണ് പറയാം. അവർ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് കാർക്കിച്ച് തുപ്പയും അവരെ ശപിക്കുകയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കണ്ണൂർ ഭാഗത്ത്. അവർ 1930s സംഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമസ്തയിലെ വനിതകളെ ഇന്ന് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് അവർ മാറിയത്? അവർ പല കാര്യങ്ങളും മാറ്റിവെക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടത് വിവാദമായി. അടുത്തൊരു സ്റ്റേജിൽ അവരത് ചെയ്യൂ? ഇല്ല. പക്ഷെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് ഇങ്ങനെയല്ല. അവരെ നിങ്ങൾക്ക് ഈ രീതിയിൽ മാറ്റാൻ കഴിയും. കാരണം സമസ്ത നിലനിൽക്കുന്നത് അവരുടെ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടിയും സൊസൈറ്റിയുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതിൽപ്പെട്ടിട്ടുള്ള ചില ഉസ്താദുമാർ തന്നെ അതിനെ ചില രീതിയിൽ തിരുത്തി പറയാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ റഹ്മത്തുള്ള കാസിമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഉസ്താദുണ്ട്, ഈ സമസ്തയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. പുള്ളിയൊക്കെ ഇതിനൊക്കെ നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട്, ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അപ്പോഴും പുള്ളിക്ക് വട്ടാണെന്നാണ് ഈ ബാക്കിയുള്ള ആളുകൾ പറയാം, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇന്നും അങ്ങനെ വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. പക്ഷെ ആ രീതിയിൽ പറയുന്ന ഒരു നിലപാടുകൾ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു തിരുത്തപ്പെടാനുള്ള സാധ്യത ഈ സലഫി ദാവ ആ മേഖലയിലില്ല. ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അമ്പെ പരാജയമാവുന്ന അങ്ങനെയാണ്. ജമാഅത്ത് ഇസ്ലാമി പരാജയമാവുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. അവരെ നമുക്ക് വിശ്വസിക്കാൻ പോലും കൊള്ളില്ല എന്നുള്ളത്. കാരണം അവർ തക്കിയ എന്ന് പറയുന്ന ഒരു സാധനമാണ് എടുത്തു വെക്കുക. കാരണം സാഹചര്യങ്ങൾ അനുകൂലമാവുന്നത് വരെ നിങ്ങൾ തൽക്കാലം മറ്റുള്ള ആളുകളെ പോയിട്ട് പോലെ നിങ്ങൾ മീശയൊക്കെ പഠിച്ച് താടിയൊക്കെ വെച്ച് താടി പഠിച്ച് ക്ലീൻ ഷേവൊക്കെ ആയിട്ട് നിങ്ങൾ നടന്നോ എന്നാണ് അവർ പറയുക. അപ്പോൾ അവരെ കണ്ടാൽ നിങ്ങൾക്ക് നല്ല വൈറ്റ് കോളറായിട്ട് തോന്നും. പക്ഷെ അവരാണ് ഇതിലെ ഡേഞ്ചർ. ഇതാണ് നമ്മൾ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ബാൻ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നതാണ്. സലഫി ദവ ഇൻഫ്ലുവൻസ് ഇവിടെ പ്രശ്നമാവുന്ന അവിടെയാണ്. ഈ ദവ എന്ന് പറയുന്ന പരിപാടി പോലും ഈ സമസ്ത ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ പാരമ്പര്യ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്യാറില്ല. അപ്പം ഞാൻ പറയുന്നത് നബിദിനം ആഘോഷിക്കുന്ന ആ ഒരു ഗ്രൂപ്പ്, ഒരു വലിയ ഗ്രൂപ്പ്, ഒരു മുസ്ലിം ജനത ഇവിടെ ഉണ്ട്. അവർ ഇന്ത്യനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഡെമോക്രറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറേ മുസ്ലിങ്ങളാണ്. അവരെയും കൂടിയാണ് ഇവർ കൊലക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരായിരുന്നു ഇവിടുത്തെ മെജോറിറ്റി എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും റോളില്ല. ഞാനൊക്കെ പട്ടിണിയാണെന്ന് ചെത്താൻ അതാണ് ഉണ്ടാവുക. പക്ഷേ ഇവരാണ് സത്യത്തിൽ നമുക്ക് ഈ പണി മുഴുവൻ ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്കൊക്കെ ഉള്ള ടെൻഷൻ ഇതായിരുന്നു, വിഷയങ്ങളില്ലാതായി പോകുന്നുള്ളത്. ഇന്നിപ്പോൾ ബാക്ക്ലോഗാണ്. അതാണ് അവസ്ഥ. വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ഇത് ബാക്ക്ലോഗാണ്. ഞാനെല്ലാം ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ട. അത് മാത്രം ചെയ്ത് എനിക്കിരിക്കാം. രാവിലെ മുതൽ വൈകിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ളതുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്. ലോകത്ത് പല സ്ഥലത്തു നിന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതെ, ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. അതായത് ക്രിസ്മസ് ആഘോഷം, ആ മാർക്കറ്റ് സംഭവം നമ്മൾ കാണാറുണ്ടല്ലോ, ക്രിസ്മസ് മാർക്കറ്റ് ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ജർമ്മനിയിലൊരു പട്ടണത്തിൽ ഇത്തവണ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. എന്താ കാരണം? ഹിന്ദുക്കളെ പേടിച്ചിട്ടാണോ? സംഘികളെ പേടിച്ചിട്ടാണോ? ബുദ്ധമതക്കാരെ പേടിച്ചിട്ടാണോ? ജൂതന്മാരെ പേടിച്ചിട്ടാണോ? നിരീശ്വരവാദികളെ പേടിച്ചിട്ടാണോ? ആരെ പേടിച്ചിട്ടാണ്? മുസ്ലിങ്ങളെ പേടിച്ചിട്ട്. എന്താ അയാൾ ചെയ്തത്? അയാൾ വണ്ടി ഇടിച്ച് കയറ്റി കഴിഞ്ഞ വർഷം 5 പേരെ അവിടെ കൊന്നു. അപ്പോൾ സാധാരണ നമ്മളൊരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ക്രിസ്മസ് ബോക്സുകൾ, വർണ്ണപ്പെട്ടികൾ, പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താ? ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിൽ ഇന്ന് ഭീതിയാണ്. ഇന്ന് വണ്ടി ഇടിച്ച് കയറുമോ? ഇന്നിപ്പോൾ കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ആൻറ്റി ടെറർ ബോളഡ് എന്ന് പറഞ്ഞ് പേരിട്ട് തന്നെ വിളിക്കുന്നൊരു സാധനമാണ് അവിടെ. നടപ്പാതകളിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് സ്ഥാപിക്കുകയാണ്. ഇത് കൊണ്ടുവച്ചത് എന്തിനാ? ആൻറ്റി ടെറർ. ഈ ഏത് ടെററാണത്? ക്രിസ്ത്യൻ ടെററാണോ? മറ്റേ ഹിന്ദു ടെററാണോ? അല്ല, അത് ഇസ്ലാമിക് ടെററാണ്. അപ്പം നമ്മൾ ആ ഒരു സാധനത്തെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. ഇങ്ങനെയുള്ള കൃത്യമായ ലക്ഷണങ്ങൾ ഇതിനുണ്ട്. ഇത് നമ്മൾ പറയണ്ടേ? അപ്പം ഞാനതാ പറയുന്നത്. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. പക്ഷെ ഞാനിപ്പോഴും നബിദിനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായില്ല. ഞാൻ പറഞ്ഞത് എനിക്കൊരു വിഷമമുള്ള ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല, നബിയെ മാതൃകയാക്കണം എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവരെന്ത് പറയുന്നുള്ളതല്ലേ? അവര് നന്മ തന്നെ പറയാറുള്ളൂ. നബി വെള്ളം കൊടുത്തു, ഒട്ടകത്തിന്റെ കുടൽമാല പുറത്തിട്ട ആൾക്ക് ക്ഷമിച്ചു, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഈ ഒരു കാര്യം, ഇപ്പൊ ആരിഫ് പറഞ്ഞ കാര്യം അവർക്ക് അറിയില്ലേ? ഇപ്പൊ അറിയാം. അതാണല്ലോ അവരുടെ പ്രശ്നം. ഇപ്പോഴറിയാം. ഇപ്പൊ ഒട്ടകത്തിന്റെ കുടൽമാല മറ്റേ മേത്ത് കൊണ്ടിട്ടു ആളോട് ക്ഷമിച്ചു എന്നുള്ള ഒരു രീതിയിലൊരു സാധനം പറയാറുണ്ട്. അപ്പോൾ ഇത് മദ്രസകളിൽ നമ്മളൊക്കെ പഠിക്കുന്നതാണ്. ഞാൻ 2 മദ്രസയെ പഠിച്ചു എന്ന് പറയുമ്പോഴുള്ള ഒരു കാര്യം പറയുന്നത്. ഇവിടെ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്, ഈ 2 മദ്രസയിലും ക്ഷമിച്ചു. പക്ഷെ ഇതേ ആളോട് ഒരു ബാഹുബലി 2 ഉണ്ട്, ഇത് ബാഹുബലി 1 മാത്രമാണ് ഈ കേട്ടത്. ക്ഷമിച്ചു, അവിടെ ക്ഷമിച്ചു. കാരണം അവിടെ മിലിറ്ററിലി ആൾ വീക്കായിരുന്നു മുഹമ്മദ് നബി. മിലിറ്ററിലി ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു അവസരം വന്നപ്പോൾ മുഹമ്മദ് നബി എന്താ ചെയ്തത്? ആ ആളെ ബദർ യുദ്ധത്തിൽ പിടിച്ച് കഴുത്ത് വെട്ടി അയാളെ കൊന്ന്
ഈ കിണറ്റിലിട്ട് അയാൾ എന്നിട്ടും അരിശം തീരാഞ്ഞ് അതിന് ചുറ്റും മണ്ടി എന്ന് പറഞ്ഞ മാതിരി അവിടെ കിടന്ന് അയാൾ ശപിച്ച് തുപ്പി. ഇതൊക്കെയാണ് മുഹമ്മദ് നബി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ക്ഷമിച്ചോ? അങ്ങനെ ഒരു ക്ഷമ ഇല്ല ഇതിനകത്ത്. എതിരെ നിന്നിട്ടുള്ള ആളുകളെ മുഴുവൻ കൊന്നു തള്ളിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഫാറൂഖിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോയമ്പത്തൂർ ഫാറൂഖ് കൊലപാതകം. ആളൊരു കടവുള്ളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ലോഗനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു എത്തീസ്റ്റ് ആയിരുന്നു ആൾ. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്നൊരു എക്സ് മുസ്ലിം പുള്ളിയെ കൊന്നത് കൂടെ ബന്ധം സ്ഥാപിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വന്ന് എക്സ് മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ബന്ധം സ്ഥാപിച്ച് ആളെ രാത്രി ഇറക്കി കൊണ്ടുപോയിട്ടാണ് തലവെട്ടിക്കൊന്നത്. ഇത് 2017 സംഭവിച്ചാണ്. ഇതിനുള്ള ഈ മാതൃക എവിടുന്ന? ഇത് മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചാണ്. അതായത് കഅബ് ബിൻ അഷ്റഫ് എന്ന് പറയുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ആർക്ക് പറ്റും ഇയാളെ കൊല്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ അയാൾ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, കൊല്ലാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, എനിക്ക് നുണ പറയാനൊരു അവസരം തരണം. ഒരു എന്താ പറയുക, ഒരു ഡിസെപ്ഷൻ. ഓക്കെ വഞ്ചന ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ചെല്ലുന്നു. അയാൾ ഈ കഅബ് ബിൻ അഷ്റഫുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. എന്നിട്ട് അയാളെ രാത്രി കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അയാളുടെ എന്തോ ഒരു പെർഫ്യൂമിൻ്റെ എന്തോ മണം നല്ലതാണ്, തല ഒന്നുകൂടി മണക്കട്ടെ എന്ന് പറഞ്ഞ് മണക്കാൻ വേണ്ടി തല കുനിക്കുന്ന സമയത്ത് തല വെട്ടിയെടുത്തു. എന്നിട്ട് ആ തലയായിട്ട് വന്നിട്ട് ഇതേ എന്നാ തല എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഫാറൂഖിനോട് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണെങ്കിലും അപ്പോൾ ഇതിൽ പക കൊണ്ട് നടക്കുക, അത് വീട്ടുക, അതിനുവേണ്ടി ഗൂഢാലോചനകൾ നടത്തുക, അതിനുവേണ്ടി വഞ്ചന ഉപയോഗിക്കുക, ഇതെല്ലാം മുഹമ്മദ് നബി അനുവദിച്ചും ചെയ്തും കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളെ തെറി വിളിക്ക് പോലും മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള മാതൃക ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ നമ്മളെ വന്നിട്ട് വലിയ തെറി വിളിക്കും. ഞാൻ അവരോടൊക്കെ പറയാറ് മുഹമ്മദ് നബി വിളിച്ച തെറിയുടെ അടുത്തൊന്നും എത്തില്ല എന്നാണ് ഞാൻ പറയാം. സാക്ഷാൽ പടച്ചോൻ പോലും തെറി വിളിച്ചിരിക്കുന്നു. പിന്നെയാണ് തന്തയില്ലാത്തവനെന്ന് വിളിച്ചിരിക്കുന്ന ആളാണ് അള്ളാഹു. അത് ഖുറാനിൽ തന്നെയുള്ള വാക്കുകളാണ്. അതേപോലെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു ദൈവം, സ്വന്തം ദൈവമാണ് ഈ ബോഡിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ മൂക്കിന് നീളം കൂടുതലാണ്, അപ്പോൾ അയാളെ തുമ്പിക്കൈ മൂക്കുള്ളവനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ ഈ പടച്ചോൻ തന്നെയാണ് ഈ തുമ്പിക്കൈ മൂക്ക് ഉണ്ടാക്കി കൊടുത്തത്, എന്നിട്ട് വിളിക്കുകയാണ് തുമ്പിക്കൈ മൂക്കുള്ളവനെന്ന്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു പടച്ചോനെയാണ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്നത്, കന്നുകാലികളെ എന്ന് വിളിക്കുന്ന ദൈവം, ഇതൊക്കെയാണ് കാണുന്നത്. ഇതാരെ വിളിക്കുന്നത്? മുസ്ലിങ്ങളല്ലാത്തവരെ, എതിർത്തവരെ, ഇതുപോലെ ചോദ്യം ചെയ്തവരെയൊക്കെ വിളിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതേപോലെ മറ്റു പല വളരെ വൾഗറായിട്ടുള്ള സാധനങ്ങൾ അത് മുഹമ്മദ് നബി വക വേറെയുണ്ട്. അത് അന്യദേവതകളെ പോലും അന്യദേവതയുടെ പോയി ഇന്നത് ചെയ്യൂ എന്ന് പച്ചയ്ക്ക് പറയുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇന്ന് ബാപ്പാൻ്റെത് പോയി അത് ചെയ്യൂ എന്ന് പറയുന്ന മുഹമ്മദ് നബി, ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന തെറികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇസ്ലാമിലെ മാതൃകയല്ല. അപ്പോൾ ഇത് മാതൃക എവിടെയും ഇരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ചില ഇസ്ലാമിക ദഅവാ പ്രവർത്തകർ ഇതേപോലെ തെറി വിളിച്ചു. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരെ ചോദ്യം ചെയ്തു, ഇങ്ങനെ തെറി വിളിക്കുന്നത് ഇസ്ലാമികമായിട്ട് ശരിയാണോ? ഇങ്ങനെയൊക്കെ അവരെ പോയിട്ട് തിരുത്തി. വിശ്വാസികൾക്ക് തോന്നി. കാരണം എന്താ, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ നാട്ടിലെ സാധാരണ വിശ്വാസിക്ക്, ഒരു ശരാശരി വിശ്വാസിനെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മുഹമ്മദ് നബിയേക്കാൾ ധാർമ്മികത ബോധമുണ്ട്. അതാണ് ഞാൻ പറയുക. ഒരു സാധാരണ വിശ്വാസിയെ നിങ്ങളെടുത്താൽ അവൻ ഇസ്ലാമിനോട് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള മുഹമ്മദ് നബിയേക്കാൾ മികച്ചൊരു മനുഷ്യനാണ്. അതാണ് ഞാൻ പറയുക. ഏറ്റവും മോശപ്പെട്ട വിശ്വാസിനെ നിങ്ങളെടുത്താൽ പോലും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആളുകൾ, ഈ ദഅവാ പ്രവർത്തകർ, മുഹമ്മദ് ഹിജാബിനെ ആണ് ഈ പറയുന്നത്, അയാൾ ഇതേപോലെ തെറി വിളിച്ചപ്പോൾ അയാളെ പോയിട്ട് എല്ലാവരും ചോദ്യം ചെയ്തു. അങ്ങനെ ചെയ്ത് ശരിയല്ലോ, നമ്മളെ നബി നമ്മളോട് ഇങ്ങനെയാണോ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഇതൊക്കെ ഇസ്ലാമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മുഹമ്മദ് ഹിജാബ് അവർക്ക് ഇട്ടുകൊടുത്ത ഹദീസാണ് ഈ പറയുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇത് പറയാം, ഇന്ന പോലെ തെറി വിളിക്കാം എന്ന് പറഞ്ഞ് വിശ്വാസിയെ തിരുത്തുന്ന ദഅവാ പ്രവർത്തകൻ. അപ്പോൾ തെറി വിളിക്ക് പോലും മാതൃക ഇസ്ലാമിലുണ്ട്. അതുപോലെ സുന്നത്താണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ. തെറി വിളിക്കാം, കഴുത്തിറക്കാം. സമാധാന പദമാണ്. പ്രസവ വേദന സുഖപ്രസവത്തിലെ സുഖം പോലെയാണ് സമാധാന പദത്തിലെ സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ ശരിയല്ലോ. ഈ ദൂരപരിധി ലംഘിച്ചുകൊണ്ടുള്ള ബാങ്ക് വിളിയെ വിമർശനാത്മകമായ രീതിയിൽ, വളരെ കടുത്ത രീതിയിൽ തന്നെ വിമർശിക്കുന്നതായി ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ ബാങ്ക് വിളിയിൽ എന്താണ്? ബാങ്ക് വിളിനെ വിമർശിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വിശ്വാസികളുടെ മറ്റൊരു നിലപാടാണ്. പക്ഷേ വിശ്വാസികൾക്ക് അറിയില്ല എന്താണ് ഈ ബാങ്ക് വിളിയിലുള്ളതെന്നുള്ളത്. കാരണം എല്ലാ വിഷയത്തിലുള്ള മാതിരി തന്നെ ഈ ആഴവഴമ്പൻ വിശ്വാസി എന്നാണ് നമ്മൾ പറയുക. അതായത് അവർ കൊണ്ടു നടക്കുന്ന സംഗതിയാണ്, ആ വിശ്വാസങ്ങളാണ് ഇസ്ലാമിലുള്ളതെന്നുള്ള രീതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അത് ഇസ്ലാം ഭയങ്കരമായ ഒരു അന്യമത ബഹുമാനം കൊടുക്കുന്ന ഒരു മതമാണ് എന്നുള്ള ഒരു ധാരണ അതവർക്കുണ്ട്. മറ്റ് ദേവതകളെയോ ദൈവസങ്കല്പങ്ങളെയോ മതങ്ങളെയോ ഒന്നും അവഹേളിക്കില്ല, അതിനൊന്നും കുറച്ച് കാണില്ല എന്നുള്ളൊരു വാദമാണ് വിശ്വാസികൾ വെക്കുക. അപ്പോൾ ഇതിന് നേരെ വിപരീതമാണ് ബാങ്ക് വിളി തന്നെ.
അപ്പോൾ ഈ ബാങ്ക് വിളിയിലുള്ള വാചകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ ഇതിലെന്താ പറയുന്നത്, അല്ലാഹു അല്ലാതെ ഒരു വേറെ ദൈവം ഇല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യമുണ്ട്, അപ്പോൾ രാമനും കൃഷ്ണനും പിന്നെ മറ്റേ യഹോവയൊക്കെ പിന്നെ മാങ്ങ പറിക്കാൻ പോകുന്നു ചോദിക്കുന്നത് അവിടെയാണ്. ഇതൊക്കെ അവിടെ പോയി. അപ്പോൾ നമ്മളെന്താ ഒരു മതസൗഹാർദ്ദം അല്ലെങ്കിൽ അന്യമതങ്ങളെ അവഹേളിക്കില്ല എന്നൊരു നിലപാടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം പറയേണ്ടത് എന്താണ്, കുറെ ദൈവം ഉണ്ടായാലും ഒരെണ്ണം നമ്മുടെയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ദൈവം ഇന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതും പോട്ടെ, മറ്റ് ദൈവമൊന്നുമില്ല, നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു അന്യമത അവഹേളനം തന്നെയാണ്. അപ്പോൾ ബാങ്കിനെ നമ്മൾ എതിർക്കാനുള്ള കാരണം ഇതൊരു ഒരു ഒരു ഫൈനൽ റീസൺ ആണെന്നേ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ ആദ്യത്തെ മെയിൻ റീസൺസ് ഇതൊന്നുമല്ല. മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ശബ്ദ മലിനീകരണവുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ആദ്യം പറഞ്ഞ മാതിരി ഇതിൽ ഉപയോഗിക്കുന്ന കോളാമ്പി, അത് ലീഗൽ ഒരു വയലേഷനാണ് ഈ സംഗതി. കോളാമ്പി നിരോധിച്ചതാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ സാധാരണ ആളുകൾ ആരും ഇത് ഉപയോഗിക്കാറില്ല, പൊളിറ്റിക്കൽ പാർട്ടീസ് പോലും ഒന്നും ഉപയോഗിക്കാറില്ല. അവരെല്ലാം ബോക്സേ ഉപയോഗിക്കാറുള്ളൂ. ഈ പള്ളികളാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. നോയ്സ് പൊല്യൂഷൻ്റെ ഒരു റൂൾ വയലേഷനാണത്. അപ്പോൾ അത് അവർക്കൊരു അധാർമിക പ്രവർത്തനമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു വയലേഷൻ. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള സാധനം അവർ ചെയ്യണം. ഇപ്പോൾ കള്ളക്കടത്ത് പോലും ഈ പറയുന്ന മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് പോലും ഇസ്ലാമിൽ വകുപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ കാരണമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു റീസണാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മതത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് ഞങ്ങൾ ചെയ്യണം, ഇത് ഞങ്ങളുടെ അവകാശമാണെന്നുള്ള രീതിയിലാണ് ഈ കോളാമ്പി അവർ ഈ ഇല്ലീഗലായിട്ടുള്ള സാധനം ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ നോയ്സ്, ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൊടുക്കുന്ന ഒരു മിനിമം നോയ്സ് ലെവലുണ്ട്, അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് പറയുക. 50 ഡെസിബിൾ, 55 അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ മിനിമം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80, 100, 110 ഡെസിബിളാണ് ഈ പോണത്. ഈ നോയ്സ് ലെവൽ എന്ന് പറയുന്നത് അത് വയലേഷനാണ്. അപ്പം നോയ്സ് ലെവൽ വയലേഷൻ അവിടെ ഉണ്ടായി. ഇനി അത് കഴിഞ്ഞിട്ടാണ് ദൂരപരിധി എന്ന് പറയുന്നത്. നിങ്ങളൊരു ഇപ്പം നമ്മളിവിടെ ഒരു സ്പീക്കർ വെച്ച് എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പ്രമിസിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ബാങ്ക് എവിടം വരെ ചെല്ലുന്നുണ്ട്, കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ലോ വോയിസിൽ കിട്ടുമെന്ന് വിചാരിക്കാം. തൊട്ടടുത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ബുദ്ധിമുട്ട്. അപ്പോൾ നോയ്സ് ഇറ്റ്സ് എ പൊല്യൂഷൻ. അത് ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഗതികളാണ്. കുട്ടികളെ ബാധിക്കും, പ്രായമായ ആളുകളെ ബാധിക്കും, ഉറങ്ങുന്ന ആളുകളെ ബാധിക്കും. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ്, ഇപ്പോൾ കൊച്ചി പോലെയുള്ള സ്ഥലം അല്ലെങ്കിൽ തിരുവനന്തപുരം ഈ IT ഹബ്ബുകൾ, അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് പകൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഇത് വലിയ ദുരന്തമായിട്ട് മാറും. ഇതാണ് കാര്യം. പിന്നെ ഇതിലെ ടൈം വയലേഷൻ ഇതിനകത്ത് നടത്തുന്നത്. ടൈം വയലേഷൻ എന്ന് പറയുമ്പോൾ രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ ഒരു നോയ്സും പുറത്തേക്ക് വരാൻ പാടില്ല. ഇത് 6 മണിക്ക് മുന്നെയാണ് ഈ പറയുന്ന അലറി വിളി നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതും വയലേഷനാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അർത്ഥം ഈ പറയുന്ന വിശ്വാസപരമായിട്ടുള്ള ഒരു വയലേഷൻ കൂടി വരുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും വയലേഷൻ, എല്ലാ തരത്തിലും ഒരു സാമൂഹിക വിരുദ്ധതയാണ് സത്യത്തിൽ ബാങ്ക് വിളി എന്ന് പറയുന്നത്. ഒരു സാമൂഹിക വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ബാങ്ക് വിളി. ഇത് എല്ലാ മതത്തിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചെയ്യുന്നവരുണ്ട്, അതിനെ എതിർക്കുന്നവരുണ്ട്. പക്ഷേ ഇത് ഡെയിലി 5 നേരം മൈക്ക് വെച്ചിട്ട് ഇത് ചെയ്യുന്നത്, അതൊരു അവകാശമായിട്ട് കൊണ്ടു നടക്കുന്നത് വേറെ ആരുമില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റുള്ള മതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഉത്സവത്തിന് ചെയ്യുന്നു, അത് ആ സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യും. ആ സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു. അതിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്ത് അല്ല, അതിനെ നമ്മൾ പിൻവലിപ്പിക്കുന്നുണ്ട് ആ സമയത്ത്. യെസ്. പക്ഷെ ഇതിൽ സാധിക്കുന്നില്ല. ഈ 10 മണിക്ക് ശേഷം ഈ 6 മണിക്ക് മുന്നേ ഉള്ള ബാങ്ക് വിളി എത്ര പള്ളിയിൽ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ കംപ്ലൈന്റ് വ്യാപകമായിട്ട് കൊടുത്തു. നമ്മൾ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടനയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് ഒരു ശബ്ദ മലിനീകരണം സംബന്ധിച്ചിട്ടൊരു നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് വരാൻ തന്നെ കാരണം ഈ എസൻസിന്റെ പ്രവർത്തനമാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പരാതികൾ, കൂട്ടമായ പരാതികളും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നമ്മൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. പത്രത്തിൽ അത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല, പക്ഷെ നമ്മളായിരുന്നു അതിന്റെ പിന്നിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി വരികയാണ്. അപ്പോൾ ഈ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ലീസ്റ്റ് കൺസേൺഡ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലും ഇതിനകത്ത് നോക്കുകുത്തികളാണ്. കാരണം അവരുടെ അടുത്ത് നമ്മൾ കംപ്ലൈന്റ് വിളിക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത് നോയ്സ് പൊല്യൂഷൻ ഞങ്ങളുടെ പരിധിയിലല്ല, പൊല്യൂഷൻ ബോർഡാണ്, പക്ഷെ നോയ്സ് പൊല്യൂഷൻ അവരുടെ പരിധിയിലല്ല എന്നാണ് അവർ പറയാം. അത് പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിൽ ഇവിടെ കൃത്യമായ നിയമമുണ്ട്. ഇതൊന്നും പാടില്ല. ഇന്ന് വേണമെങ്കിൽ ഇന്ന് നിരോധിക്കാനുള്ള എല്ലാ നിയമങ്ങളും അതിൻ്റെ കോടതി ഉത്തരവുകളും എല്ലാം ഇന്നിവിടെ ഉണ്ട്. 2000 മുതൽ ഇവിടെ ഉണ്ട്. പക്ഷേ 2025 ഇവിടുത്തെ ഒരു പൊളിറ്റിക്സിനും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഈ മതത്തിൻ്റെ അപ്രമാദിത്യം എന്ന് പറയുന്നത്, അതിൽ ഇസ്ലാമിൻ്റെ അപ്രമാദിത്യം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ബാങ്കിനെ നമ്മൾ നിശിതമായിട്ട് എതിർക്കേണ്ടി വരുന്നത്. അതിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഈ കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ,
ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? കമ്മ്യൂണിസം ഇല്ലാതെ ആവുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ നിയോ കമ്മ്യൂണിസം ഒക്കെ വരുന്നു. അതെ, ഇത് ഒറിജിനൽ കമ്മ്യൂണിസത്തെ എടുക്കാൻ ആ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് ആശയം, മൂലധന സിദ്ധാന്തം, അതല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിയൻ സിദ്ധാന്തങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇന്ന് അത് ആരും പൊക്കിപ്പിടിച്ച് നടക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ സിദ്ധാന്തങ്ങൾ എവിടെയും പോയിട്ടില്ല, ആശയങ്ങൾ എവിടെയും പോയിട്ടില്ല. ആശയങ്ങൾ എടുക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല, മടിയാകുന്നു, എടുത്താൽ പട്ടിണി കിടന്ന് ചാവും, അതുകൊണ്ട് എടുക്കുന്നില്ല. മുന്നോട്ട് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേ പറ്റൂ എന്നൊരു നിലപാട്, ഒരു അവസ്ഥ ഇവിടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിലൂടെ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്ത് പോലും ഈ ലോകത്തില്ല. അത് എവിടെയും വിജയിച്ചിട്ടില്ല. അങ്ങനെ വിജയിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പറയും അത് യഥാർത്ഥ കമ്മ്യൂണിസം അല്ലായിരുന്നു എന്നാണ് പറയാം. എന്നാൽ യഥാർത്ഥ കമ്മ്യൂണിസം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല? ഇതാ നമ്മൾ ചോദിക്കുന്നത്. ഇതാ ഒരു ക്ലീഷേ വാദമാണത്. യഥാർത്ഥ കമ്മ്യൂണിസം അല്ല. യഥാർത്ഥ കമ്മ്യൂണിസം ആയിരുന്നെങ്കിൽ പൊളിച്ചാനെന്നാ പറയാം. അതായത് ഇത് ഉണ്ടാക്കിയ ആൾക്ക് പോലും ഇത് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടില്ല. അതാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ മാർക്സിന് പോലും ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർ പറയുന്ന തുല്യത കൺസെപ്റ്റ് ആയാലും മറ്റുള്ള പല സാധനങ്ങളും പറയും. ഈ പറയുന്ന ആളുകൾക്ക് പോലും അത് ഉണ്ടായിട്ടില്ലേ? ഈ മാർക്സ് പണിയെടുത്തിട്ടാണോ ജീവിച്ചത്? അല്ലല്ലോ. എങ്ങനെ നോക്കിയാലും പരാജയമാണ്. വ്യക്തി ജീവിതത്തിലും പരാജയമാണ്, സാമൂഹികമായ ആപ്ലിക്കേഷൻ ലെവലും ഇത് പരാജയമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ പട്ടിണി എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നിട്ടുള്ളൊരു ആശയമാണ് ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം. ഇനി ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റിയിട്ടുള്ള ആശയം ഏതാണ്? അതാണ് ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന മൂലധന വ്യവസ്ഥിതി എന്ന് പറയുന്നത്, ഫ്രീ മാർക്കറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം. പട്ടിണി മാത്രം നിങ്ങൾ എടുത്താൽ മതി. എവിടെയും ഈ സാധനം കൊണ്ട് ഒരു പഞ്ചായത്ത് പോലും രക്ഷപ്പെടില്ല. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാണ്. അപ്പോൾ ഇവർ സോഷ്യലിസം ഓക്കെയാണ്, കമ്മ്യൂണിസം പ്രശ്നമാണെന്നാണ് പറയുക. പിന്നീട് നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞു നടന്നിരുന്നു, കുറേ കാലം അങ്ങനെയായിരുന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് ഈ മതവും സ്പിരിച്വാലിറ്റിയും പോലെ തന്നെയാണ് ഈ സോഷ്യലിസവും കമ്മ്യൂണിസവും. മതം പ്രശ്നമാണ്, സ്പിരിച്വാലിറ്റി ഓക്കെയാണെന്ന് പറയും ആൾക്കാർ. പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ മതത്തിലേക്കുള്ള ഗേറ്റ് വേ ആണ് എന്ന് പറഞ്ഞ മാതിരി കമ്മ്യൂണിസത്തിലേക്കുള്ള ഗേറ്റ് വേ ആണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഇല്ല, പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല. എല്ലാം സ്റ്റേറ്റ് ഓണർഷിപ്പിലേക്ക് വരും, സെൻട്രൽ പ്ലാനിങ്ങിലേക്ക് വരുന്നു. അവിടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ. ഓക്കെ, പിന്നെ എല്ലാം സ്റ്റേറ്റ് തീരുമാനിക്കുക. റേഷൻ കടയാണ് ആകെ കൂടി ഉണ്ടാവുക. അത് തന്നെ അവർ തീരുമാനിക്കുന്ന സാധനങ്ങൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആളുകൾക്ക് ആംബിഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് സീറോ വാല്യൂ കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്നോവേഷൻ എന്ന് പറയുന്ന സംഗതിയെ കില്ല് ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഈ മാർക്സിയൻ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഒരു സാധനം പോലും ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിൽ ഉണ്ടാവില്ല. ഇപ്പോൾ യൂട്യൂബ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ് ഏറ്റവും മിനിമം പറഞ്ഞത്, അതുപോലും ആ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയിലാണ് സംഭവിക്കുന്നത്. യൂട്യൂബിനെ അതുമായി കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് എത്ര പ്ലാറ്റ്ഫോംസ് ഉണ്ട്, എത്ര പേർക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ പോലെ സാധ്യമാവുന്നത് എപ്പോഴാണ്? അത് ഈ പറയുന്ന മൂലധന വ്യവസ്ഥിതിയിൽ വരുമ്പോഴാണ്. അപ്പോഴാണ് അവർ മെച്ചപ്പെടുക പോലുള്ളൂ. ഇപ്പം നമ്മളൊക്കെ പണ്ടൊരു സിം എടുക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ ക്യൂ നിന്നിരുന്നു കൊടുത്തുനിന്ന് ഇന്ന് നമുക്ക് ഈ സിം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വന്നു ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ. എങ്ങനെയാണ് അത് വന്നത്? ഇന്നോവേഷനിലൂടെയാണ്. ഇന്നോവേഷൻ വരണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ വരണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയിൽ അത് നടക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് എൻജിൻ എന്ന് പറയുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിൽ ഈ എൻജിന് ഇല്ല. അവിടെ ഒരു കാളവണ്ടിയാണ്. ആ കാളവണ്ടിയിലാണ് ബാക്കി കാര്യങ്ങൾ പോവുക. അവിടെ പിന്നെ അവർ തീരുമാനിക്കുക എന്ത് വേണമെന്നുള്ളത്, അവർ തീരുമാനിക്കുക ആരെന്ത് വാങ്ങണം എന്നുള്ളത്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഒറ്റവാക്കി പറഞ്ഞാൽ മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലും. അപ്പോൾ കമ്മ്യൂണിസം ഇല്ലാതെയാകുന്നത് ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റുകാർ പട്ടിണി കിടന്ന് ചത്തിട്ടോ, അതല്ലെങ്കിൽ എടുക്കാൻ ആളിൽ ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് പുറത്ത് കിടന്നിട്ടുമാണ്. അല്ലാതെ ഒരു ഈ സാധനം തനിയെ അല്ലാതെ ഇല്ലാതെയാവില്ല. ഇങ്ങനെയാണ് ആളുകൾ തന്നെ ഇതിൽ നിന്ന് പോകുന്നതാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണോ കമ്മ്യൂണിസത്തിൽ നിന്ന് വിട്ടുനിന്നത്? അത് നമ്മളുടെ നാടിനെ പിന്നോട്ട് വലിക്കും. ഇപ്പോൾ കേരളമൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രമാത്രം പിന്നിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മളിപ്പോഴും ഈ കൊണ്ടു നടക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഭാരമാണ്. ഇതെന്തോ മുന്തിയ സാധനമാണെന്നുള്ളൊരു ധാരണയിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഈ ചുമട്ട് തൊഴിലാളികൾ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ്, ഈ യൂണിയൻ ഗുണ്ടായിസം പോലും വരുന്നത്. ഇപ്പം നമ്മൾ ഈ അടുത്ത് കണ്ടു, ഈ ഊബർ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയം കണ്ടിട്ടുണ്ട് മൂന്നാറിൽ. അപ്പം ഇവർ പറയുന്നത് എന്താണ്? കുത്തകവൽക്കരണത്തിനെതിരെ എന്നാണ് ഇവർ പറയാം. എന്നിട്ട് ഇവർ ചെയ്തത് എന്താണ്? ഈ തൊഴിലാളികളുടെ കുത്തകയല്ല അവരവിടെ ചെയ്ത്, ഞങ്ങൾ മതി എന്നല്ലേ ഇവർ പറഞ്ഞത്. ഓട്ടോ തൊഴിലാളികളുടെ ഇതാണ്. ടാക്സി, ഒരു പെൺകുട്ടി മുംബൈയിൽ നിന്ന് വന്നിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ അതിലെന്താ അവർ പറഞ്ഞത്? ഊബർ ഇവിടെ ഓടണ്ട, ഇത് ഞങ്ങളുടെ ഏരിയ ആണെന്നല്ലേ പറഞ്ഞത്, അല്ലേ? അതല്ലേ കുത്തക? അപ്പൊ ഞങ്ങൾ മാത്രം മതി, നിങ്ങൾ വേണ്ട എന്ന് പറയുന്നു. തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ പറയുന്ന വാചകമാണോ ഇത്? അപ്പൊ ഊബർ ഓടിക്കുന്നവനൊരു തൊഴിലാളി അല്ലേ? ആ ഒരു സ്റ്റാൻഡിൽ ഊബർ ഓടണ്ടെന്ന് പറഞ്ഞത്.
മൂന്നാറിലേക്ക് വരാൻ പാടില്ല, സ്റ്റാൻഡിലേക്ക് പോകുന്ന പോട്ടെ. ഇപ്പൊ എന്റെ വീട്ടിൽ വരണ്ടെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മൂന്നാറിൽ ഊബർ പാടില്ല എന്ന് പറയാൻ എന്താണ് അവകാശം? അതല്ലേ കുത്തകവൽക്കരണം. അതായത് തൊഴിലാളികളുടെ ഗുണ്ടായിസം. ആ തൊഴിലാളികളുടെ ഗുണ്ടായിസമാണ് സത്യത്തിൽ ഇവിടുത്തെ കുത്തക. ഇപ്പോൾ അവർ തീരുമാനിക്കും, ഒരു ചുമട് ഇറക്കണമെന്നുണ്ടെങ്കിൽ അവരാണ് തീരുമാനിക്കുക ആരിറക്കണം. ഗ്ലാസ് പൊട്ടുന്നതിനെ കുറിച്ച് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്ലാസ് ഇറക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്പെർട്ടീസ് ഉണ്ട്, അതെങ്ങനെ ഇറക്കണം, അതിൻ്റെ എക്യുപ്മെന്റ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടല്ലേ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒന്നും വേണ്ട, ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് അത് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടുകയാണ് ആളുകൾക്ക് അതിൻ്റെ സാധനം. ഒരാൾ വണ്ടി ഇറക്കി മരിച്ചത് നമ്മൾ കേട്ടു. ഒരു ട്രെയിലറിൽ നിന്ന് ഒരു കാർ ഇറക്കുന്ന സമയത്ത് ഒരു റേഞ്ച് റോവർ എങ്ങാണ്ട് ഇറക്കുമ്പോൾ അത് അറിയാത്ത ഒരാൾ ഇറക്കുന്നു, ഒരു ചുമട്ടുതൊഴിലാളി വന്ന് ഇറക്കുകയാണ്. എന്നിട്ട് ആ ഷോറൂമിലെ ആ പയ്യനാണ് അന്ന് അവിടെ ആക്സിഡൻറ്റിൽ മരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ട് ഇവർക്ക്. അപ്പോൾ തൊഴിൽ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. കാളവണ്ടി ഡ്രൈവർമാരിന്ന് എവിടെ പോയി? കാളവണ്ടി ഇല്ലെങ്കിൽ കാളവണ്ടി ഡ്രൈവർമാരിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഇവോൾവ് ചെയ്തേ പറ്റൂ സമൂഹത്തിന്. ഇപ്പം നമുക്ക് കുറേ ഓട്ടോറിക്ഷകൾ ഇവിടെ ഉണ്ട്, കുറേ കാലം കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല. എല്ലാ ടാക്സികളും ഈ പറയുന്ന ഈ ഓട്ടോണോമസ് വെഹിക്കിൾസ് ആയിട്ട് മാറും. അവിടെ പിന്നെ ഈ ഓട്ടോറിക്ഷയ്ക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാമും ലൈറ്റ് മെട്രോ അത് ഇതെന്നൊക്കെ പറഞ്ഞ സാധനം വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതേ ഓടുന്ന വണ്ടി കയറുന്നു ഇറങ്ങുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഗുണ്ടായിസം പോലും ഇപ്പം നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല ഒരു 5, 10, 20 വർഷം കഴിയുമ്പോൾ. കാരണം അത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി എന്നായി പറയുന്നത്. അതായത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു സംവിധാനം ഇവിടെ ഒരുങ്ങി വന്നാൽ അതിനോട് ചേരുന്ന രീതിയിൽ ഇവരെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ നാട് രക്ഷപ്പെടും, അവരും രക്ഷപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ പോകും. അതാണ് ഉണ്ടാവും. പിന്നെ ഇവിടെ മെട്രോ മാത്രമേ ഉണ്ട്. ഇപ്പം മെട്രോയിൽ മാത്രം യാത്ര ചെയ്യുന്ന ആളുകളില്ലേ, അവർ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? പല ആളുകളും എനിക്കറിയാം അങ്ങനെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർ ഒരു ബൈക്കിൽ വരുന്നു, അവിടെ പാർക്ക് ചെയ്യുന്നു, മെട്രോയിൽ കയറുന്നു, അവിടെ ഇറങ്ങുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ബസ്സിൽ കയറാറില്ല. അപ്പോൾ ബസ്സിൽ നിന്ന് പുറത്ത് പോയ ഇത്ര ആളുകളുണ്ട്. അപ്പോൾ എല്ലാ റൂട്ടിലേക്കും മെട്രോ വന്നാൽ, എല്ലാ റൂട്ടിലും ഇതേപോലെ ഒരു ലൈറ്റ് മെട്രോ സംവിധാനങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഒരുങ്ങിയാൽ ഇത് അപ്രത്യക്ഷമാവും. ഓക്കെ, അപ്പോൾ ഇതൊരു നീഡല്ല, നോ മോർ എ നീഡ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ബസ് ഡ്രൈവർമാരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നടന്നത് എങ്ങനെ ഇരിക്കും? അവിടെ പിന്നെ അത് നടക്കില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർമാരും എല്ലാവരും നേരിടുന്ന പ്രശ്നം, അത് ചുമട്ടുതൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം മുഴുവൻ അത് ഈ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയുടെ ഒരു കുഴപ്പമാണ്. അവർ തൊഴിലാളികളുടെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം ഇതാണ്. സൊസൈറ്റി മാറുന്നതിനനുസരിച്ച്, കാലഘട്ടം മാറുന്നതിനനുസരിച്ചുള്ള ഇന്നോവേഷൻസിനനുസരിച്ചിട്ട് ഇവരൊരിക്കലും പരുവപ്പെടില്ല. എന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പിടിച്ചു നിർത്തുന്ന അവസ്ഥ അതാണ് ഉണ്ടാവുക. ഇപ്പോഴും റിക്ഷ വലിക്കുന്ന ആളുകൾ ഇന്നും കൊൽക്കത്തയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. വർഷങ്ങളോളം കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇന്നോവേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല? അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ആ നീഡിനനുസരിച്ച് അവർ അപ്ഗ്രേഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ജോലിയിലുണ്ട്, അവിടെ ഒരു പുതിയ സംഭവം വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എൻ്റെ ജോലി സംരക്ഷിച്ചോളും എന്നൊരു ധാരണയിൽ നിങ്ങൾ ഇരിക്കുമോ? ഇല്ല. നിങ്ങൾ സ്വയം അപ്സ്കിൽ ചെയ്ത് നമ്മൾ അടുത്തതിലേക്ക് ശ്രമിക്കും. നിങ്ങൾ അപ്സ്കിൽ ചെയ്യണം, അതിലേക്ക് പോകണം. ഇതെല്ലാവർക്കും ബാധകമാണ്. അത് ഓട്ടോ ഡ്രൈവർക്കും ബാധകമാണ്, ടാക്സി ഡ്രൈവർക്കും ബാധകമാണ്, ബസ് ഡ്രൈവർക്കും ബാധകമാണ്, കാളവണ്ടി ഓടിക്കുന്ന ആൾക്കും ബാധകമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊഴിലില്ലാതെ മരിക്കും. അതിനുണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ ബാധ്യതയാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ നിങ്ങളത് ഉപയോഗിക്കുക. അതാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ഊബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ സത്യത്തിൽ ഊബർ, ഓല പോലെയുള്ള സംഗതികൾ വന്ന് കൂടുതൽ അത്തരം പ്ലെയേഴ്സിന് വരാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഹോൾ കേരളയിലുണ്ട്. കാരണം കേരളത്തിന് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം തന്നെ ഉണ്ട്. കാരണം നമ്മളൊരു വലിയൊരു MG റോഡും വലിയൊരു പട്ടണം പോലെയാണ്. നമ്മളുടെ ഈ ഒരു ഹൈവേ എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ MG റോഡാണത്. എന്നുവെച്ചാൽ എല്ലാ മെയിൻ പട്ടണത്തിലും ഉണ്ടാവുമല്ലോ ഒരു MG റോഡ്. അപ്പോൾ ആ രീതിയിലുള്ള വലിയൊരു സിറ്റിയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ആ സിറ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഈ ടാക്സി പോലെ വന്ന എത്ര ആളുകൾക്കുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ കൂടുതൽ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരാം, കൂടുതൽ ആളുകൾക്ക് ഓട്ടം കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അതിനകത്തൊരു ഫെയർ കോമ്പറ്റീഷൻ അവിടെ വരും. അതിനനുസരിച്ച് നിങ്ങൾ ബെറ്റർ ഓപ്ഷൻസ് കൊടുക്കുന്ന ആളുകൾക്ക് ബെറ്ററായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്ക് വരും. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് കുറേ കുത്തകകൾ അടുക്കി വെച്ചിട്ട് ഇപ്പോൾ കോഴിക്കോട് പോയാൽ നിങ്ങൾക്ക് ഊബർ കിട്ടില്ല, ഓല കിട്ടില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ മതി എന്നാണ് പറയാം. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആർക്കാണ്? ജനങ്ങൾക്കല്ലേ. അപ്പോൾ ഈ ഗുണ്ടായിസം കാണിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങൾക്കാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവർ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഊബർ ഓല ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അവർ ടാക്സികളെ ഡെമോക്രറ്റൈസ് ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്തത്. അല്ലെങ്കിൽ നമ്മളൊന്നും ജന്മത്തിൽ ടാക്സി വിളിക്കാൻ പോകുന്നില്ല. ആരെങ്കിലും വിളിക്കുമോ? ആ സ്ഥാനത്ത് നമ്മളിത് വിളിക്കാൻ നമുക്ക് തയ്യാറായത് നമ്മൾ എന്തിനാണ്? അപ്പോൾ ഒരു 10,000 പേരുള്ള ഒരു സമൂഹത്തിൽ
10 പേര് മാത്രം ടാക്സി വിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ഇന്ന് 10,000 പേരിലൊരു 5,000 പേരെങ്കിലും ടാക്സി വിളിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വന്നത്? അത് അഫോർഡബിൾ ആയതുകൊണ്ടും അത് ആ രീതിയിലേക്ക് അവർക്ക് എടുക്കാൻ പറ്റിയതുകൊണ്ടും തന്നെയാണ്. അതിന് വഴി വെച്ചതാരാണ്? അത് ഈ ഇന്നോവേഷനാണ്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ വോളിയം ആണ് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. ആ വോളിയം ഇവർ മറന്നു പോവാണ്. അതാണ് ഇതിലെ പ്രശ്നം. ഇവർ അവരുടെ തൊഴിലിനെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി നോക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണത്. ആളുകൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ബേസ്. ഇപ്പോഴീ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദം പല പശ്ചാത്തലത്തിലും പല രീതിയിലുള്ള തീവ്രവാദങ്ങളുമാണ് ഇപ്പോൾ അടുത്തടുത്ത്. ഇപ്പോൾ ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസം തന്നെ നാഗോം പോലീസ് സ്റ്റേഷൻ തന്നെ കത്തി എരിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ മോദി ഭരണത്തിലെ വീഴ്ച എന്ന രീതിയിലാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതുപോലെ ഇലക്ഷൻ അടുത്തു, അതുകൊണ്ടുള്ള കോപ്രായങ്ങളാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. അപ്പോഴും ആൾക്കാരൊന്നും മുസ്ലിം തീവ്രവാദത്തിനെ അതിൻ്റെ ഒരു ബേസിൽ കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ഇപ്പോഴും മോദിയുടെ ഭരണത്തിനെ മാത്രം ഇങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കുന്നത്? ലോകത്ത് എല്ലാ വർഷവും ഈ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ ഈ ടെററിൻ്റെ സ്വഭാവം അവരതിനകത്ത് കൃത്യമായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തെ റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് നോക്കി, 2023 24 റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഗ്ലോബൽ ടെററിന്റെ രൂപം മാറിയിട്ടുണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വലിയ ടെററിന് പകരം ഈ ലോൺ വോൾഫ് അറ്റാക്സ് ആണ് ഇപ്പോൾ കൂടുതൽ. ഓക്കെ, എന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റയായിട്ട് ആളുകൾ വന്ന് ഇത് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇന്റൻസിഫൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് മിഡിൽ ഈസ്റ്റിൽ നിന്നും മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നതാണ് ഈ നോർത്ത് ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്ന റീജിയൻ, മീന റീജിയൻ. അതിൽ ഈ ആഫ്രിക്കൻ റീജിയൻ എന്ന് പറയുന്നത് സാഹൽ റീജിയൻ എന്നാണ് അതിന് പറയുക. അതായത് ഈ സുഡാന്, നൈജീരിയ, ആ ഒരു ഏരിയ, ആ ഒരു മേഖല, ആഫ്രിക്കയിലെ ആ ഭാഗം. അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുറേ മാറ്റങ്ങൾ അതിനകത്ത് പറയാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 2 ടെററിസാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ പറയുന്ന ഇസ്ലാമിക് ടെററും, 2 ഇവിടുത്തെ മാവോയിസ്റ്റ്, നമ്മളുടെ നെക്സലിസം എന്ന് പറയുന്ന വിഷയം. ഇത് രണ്ടുമാണ് ഇവിടെ ഉള്ളത്. നെക്സലിസം സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന മോദി സർക്കാരിൻ്റെ കീഴിൽ ആണ് ഇതൊക്കെ നടക്കുന്നത്, ഭയങ്കര പരാജയമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും, നെക്സലിസം ഇവിടെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നക്സൽ ഗ്രാമങ്ങൾ ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ സംഭവിക്കുന്നു. എന്നാൽ അതേ അളവിൽ കുറയ്ക്കാൻ പറ്റുന്ന സാധനമല്ല ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഇട്ടാവട്ടത്തിൽ നിൽക്കുന്ന സാധനമല്ല, ഒരു ക്രോസ് ബോർഡർ ഒരു പ്രശ്നമാണ്. അതിനോടൊപ്പം തന്നെ ഇതിനൊരു ഗ്ലോബൽ ബാക്കിംഗ് ഉണ്ട്. ഒന്നത്. 2, ഇന്നിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ടെററിലെല്ലാം കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും പിടിക്കപ്പെടുന്നതും അതുപോലെ പൊട്ടിത്തെറിക്കുന്നതായാലും എല്ലാം ഇന്ന് ഹോം ഗ്രോൺ ടെററിസ്റ്റുകളാണ്. ഓക്കെ, നേരത്തെയൊക്കെ പുറത്തുനിന്ന്, ഇപ്പോൾ അജ്മൽ കസബൊക്കെ അവിടുന്ന് വന്നിട്ട് ചെയ്തു, അങ്ങനെയായിരുന്നു പുറത്ത് വന്നിരുന്നത്. ഇന്നിപ്പോൾ കൂടുതലും കാണുന്നത് ഇവിടുന്ന് തന്നെയുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താ? അതായത് മോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ തീവ്രവാദം വർദ്ധിക്കുന്നു. ഇതെല്ലായിടത്തും വർദ്ധിക്കുന്നു. ഇപ്പോൾ യൂറോപ്പിൽ ഇത് വർദ്ധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്രിസ്മസ് ആഘോഷം പോലും ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ക്രിസ്മസ് ആഘോഷം അവിടെ ജർമ്മനിയിൽ സ്റ്റോപ്പ് ചെയ്തത് അവിടെ മോദി ഭരണമായതുകൊണ്ടാണോ? ആണോ? അല്ല. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു മാർക്കറ്റിൽ ഇതേപോലെ ഒരു വെടിവെപ്പുണ്ടായി. അവിടെയും ഈ പറയുന്ന രീതിയിൽ ഒരു ക്രിസ്മസ് ആഘോഷം അന്ന് റദ്ദാക്കി. ഇനി ഈ വർഷം ചിലപ്പോൾ റദ്ദാക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും സംഭവിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം മോദിയാണ്. അപ്പോൾ ഈ ടെറർ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ രീതികൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈവൻ ഫണ്ടിങ് പോലും ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ നോട്ട് നിരോധനം അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു സാധനമായിരുന്നു ടെറർ ഫണ്ടിങ് ഒഴിവാക്കാനുള്ള. അത് ഫണ്ടിങ് അവർ കുറേയൊക്കെ കൺട്രോൾ ചെയ്തെന്ന് സമ്മതിച്ചാൽ തന്നെ ഇന്ന് ആരും നോട്ട് ഉപയോഗിച്ചിട്ടല്ല ഈ ഫണ്ട് ചെയ്യുന്നത്, ക്രിപ്റ്റോ കറൻസിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിൻ്റെ മെത്തേഡ്സ് അവിടെ ഇവോൾവ് ചെയ്തു. പണ്ട് ആടിൻ്റെ മേത്തും പോത്തിൻ്റെ മേത്തും ഒക്കെ കെട്ടിവെച്ചും ട്രക്കിലൊക്കെ ഈ സാധനം സ്മഗിൾ ചെയ്തിരുന്നു, ഈ ആംസ് സ്മഗിൾ ചെയ്തിരുന്നു. ഇന്ന് ഡ്രോണിലാണ് സ്മഗ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഇതാണ് അവിടുത്തെ മറ്റൊരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ടെററിൻ്റെ രൂപം മാറുകയാണ്. അപ്പോൾ ഒരു വശത്ത് നക്സലിസം പോലുള്ള സംഗതികൾ കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങൾ കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് മറ്റൊരെണ്ണം അവിടെ വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. ഇനി അത് പ്രശ്നമാകുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താ? ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് വരെയുള്ളൊരു സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര അറ്റംപ്റ്റ്സ് ഇവിടെ തടഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കഴിഞ്ഞൊരു 30 ദിവസത്തിന്റെ കണക്ക് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 8ഓളം അറ്റംപ്റ്റ്സ് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9ാമത്തെയാണ് പൊട്ടിയത്. അപ്പോൾ എന്താണ് അതിന്റെ ഫ്രീക്വൻസി എന്നുള്ളത്? അതായത് വിതിൻ 3 days, അത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ട് തന്നെ കൂട്ടാം, അതിൽ കൂടുതലാണ്.
ഓരോ ടെററിനുള്ള സാധ്യതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം 100% വിജയമാണ് അവർക്ക് വേണ്ടത്. കാരണം അവർക്ക് 100 ഉണ്ടെങ്കിൽ 100 തടഞ്ഞേ പറ്റൂ. പക്ഷെ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം 100 പൊട്ടണമെന്നില്ല. തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം 1 പൊട്ടിയാൽ മതി. ഓക്കെ, ഈവൻ 1% ഒരു വിജയം തന്നെ അവർക്ക് വിജയം. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് 99% എന്ന് പറഞ്ഞാൽ പോലും അത് തോൽവിയാണ്. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് ഇതിലൊരു പ്രശ്നം. അപ്പോൾ ഈ റിയാലിറ്റീനെ നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ മോദി ഇത് രണ്ടും കൽപ്പിച്ചത് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കാം. എന്താ ചെയ്യുക? ഇതിന് ഏറ്റവും നല്ല മാതൃകകൾ തപ്പും. എവിടെയാണ് ഇസ്ലാമിക് ടെറർ ഏറ്റവും നന്നായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ചില രാജ്യങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. ആ രാജ്യങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നതാണ് ഒന്ന് മിഡിൽ ഈസ്റ്റിലെ ഈ UAE എന്ന് പറയുന്ന ഒരു രാജ്യം. ഒരു മികച്ച രാജ്യമാണ്. ഈ പറയുന്ന ഇസ്ലാമിക് ടെററിനെ ഏറ്റവും നന്നായിട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പോലും അവിടെ പ്രശ്നമാണ്. അതിനേക്കാൾ മികച്ച രീതിയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മറ്റൊരു രാജ്യം നമ്മൾ തപ്പാണെന്നുണ്ടെങ്കിൽ അത് താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മോദി ഒന്ന് പരിശോധിക്കുകയാണ്, ഇതിൽ ഏത് മാതൃക നമുക്ക് എടുക്കണം എന്ന് തോന്നി ഒന്ന് ചെയ്യാണ്. അപ്പോൾ UAE ചെയ്തത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കണം. ജമാഅത്ത് ഇസ്ലാമിനെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം നിരോധിക്കേണ്ടി വരും. ഇവിടുത്തെ മറ്റു പല സംഘടനകളെ നിരോധിക്കേണ്ടി വരും. ഈ വിസ്ഡം പൂട്ടിക്കെട്ടും, മീഡിയ 1 പൂട്ടിക്കെട്ടും, അൽ ജസീറയൊക്കെ അവിടെ പൂട്ടിയതാണ്. അപ്പോൾ കുറേ മാധ്യമങ്ങളെ പൂട്ടണം, കുറേ സംഘടനകളെ പൂട്ടണം. ഇതാണ് UAE ചെയ്തത്. ഇത് മോദി ചെയ്താൽ എന്തായിരിക്കും ഇവിടെ പറയാം? ഈ മീഡിയ 1-നെതിരെ മോദി മീൻസ് ഈ സർക്കാരിൻ്റെ കീഴിൽ ഒരു കോടതിയിൽ ഒരു കേസൊക്കെ വന്നതാണ് ഈ ബാനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട്. എന്താ നമ്മൾ ഇവിടെ വലിയ പ്രക്ഷോഭമായിരുന്നില്ലേ മാധ്യമ സ്വാതന്ത്ര്യത്തെ എതിരെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ സമ്മതിക്കും. അപ്പോൾ ഒരു വശത്ത് നിങ്ങൾ മോദി ഫെയിലിയർ ആണെന്ന് പറയും, ഈ തീവ്രവാദത്തെ കണ്ടെയ്ൻ ചെയ്യാനുള്ള വഴികൾ അടയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ മോദി മുസ്ലിം വേട്ട എന്ന് പറയുകയും ചെയ്യും. ഇത് രണ്ടും കൂടി നടക്കും. അപ്പോൾ പിന്നെ മോദിയുടെ അടുത്ത വഴി എന്താണ്? അത് ഏതായാലും വേണ്ട, എന്നാൽ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് അടുത്ത വഴി നോക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത വഴി താജിക്കിസ്ഥാൻ ചെയ്ത വഴി നോക്കുകയാണ്. താജിക്കിസ്ഥാൻ എന്താ ചെയ്തത്? വഴി കൂടെ നടന്നു പോകുന്ന ആൾ, അയാൾ മീശല്ലാതെ താടി വെച്ച് നടന്നു പോകുന്ന ആളാണെന്ന് വിചാരിക്കുക. താജിക്കിസ്ഥാനാണ് എന്ത് ചെയ്യും? പകുതി പഠിച്ചു വിടും, ബാക്കി പോയി പഠിക്കാൻ പറയും. മോദിയുടെ പട്ടാളക്കാർ നമ്മളെ നാട്ടിലത് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അബ്ദുള്ള ബാസിലൊക്കെ പകുതി താടി വെച്ച് നടക്കണം, എങ്ങനെ ഉണ്ടാവും? മുജാഹിദ് ബാലുശ്ശേരി പകുതി താടി വെച്ച് നടക്കുന്ന കണ്ട എങ്ങനെ ഉണ്ടാവും? എന്തായിരിക്കും ഇവിടെ പറയാ? ഇതേ മുസ്ലിം വേട്ട തുടങ്ങി എന്ന് പറയും അല്ലേ? അപ്പോൾ മോദി ചെയ്യുന്നു, അല്ലെങ്കിൽ സർക്കാർ, ഏത് സർക്കാർ ചെയ്താലും ഇതാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇവിടെ പിണറായി ചെയ്താൽ അതൊക്കെ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പോംവഴികൾ എന്ന് പറയുന്നത് ഉണ്ട്, പക്ഷേ ദാറ്റ് വിൽ ബി വെരി ഡ്രാസ്റ്റിക്. ഇറ്റ്സ് നോട്ട് ഈസി. അത് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ മുസ്ലിമിനെയാണ് അത് ബാധിക്കുക. അപ്പോൾ അത് നമുക്ക് താങ്ങാൻ കഴിയില്ല. അത് താങ്ങാൻ കഴിയുന്നത് എപ്പോഴാണ്? അത് മെജോറിറ്റി മുസ്ലിംസ് ആണെങ്കിൽ ഓക്കെയാണ്. കാരണം അവിടെ പിന്നെ സംഘിച്ചാപ്പം അടിക്കാൻ കഴിയില്ല. താജിക്കിസ്ഥാൻ അത് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ 99% മുസ്ലിങ്ങളാണ്. UAEക്ക് എന്തുകൊണ്ടാണ് അൽ ജസീറയെ ബാൻ ചെയ്യാൻ കഴിയുന്നത്? അവിടെ അവർ മുസ്ലിം രാജ്യമാണ്, അവർക്കത് ചെയ്യാം. ജനം TV-യെ മോദിക്ക് വേണമെങ്കിൽ ബാൻ ചെയ്യാം, ആരും ഒന്നും ചോദിക്കില്ല. പക്ഷെ മോദി ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ് ജനം TV-യെ ബാൻ ചെയ്തൊന്ന് കൂട്ടി, അത് ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് മുസ്ലിം ടെറർ എന്ന് പറഞ്ഞിട്ട് ഇനി ജനം TV-യെ മീഡിയ 1-നെ ബാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ അവിടെ പറയുന്ന ആളുകൾ എന്ത് പറയും? ജനം TV ഓക്കെയാണ്, അത് ബാൻ ചെയ്തോട്ടെ, പക്ഷെ മീഡിയ 1 അത് ഞമ്മളുടെ ചാനലാണ്, അത് പൂട്ടാൻ പറ്റില്ല എന്ന് പറയും. ഇതെല്ലാം ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയതിൻ്റെ അവസ്ഥ. അപ്പോൾ കണ്ണും പൂട്ടി ചില കാര്യങ്ങൾ ചെയ്തേ പറ്റും. അങ്ങനെ ചെയ്ത ഒരേ ഒരു കാര്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തതാണ്. ഞാനൊക്കെ ഇന്ന് ജീവനോടെ ഇരിക്കേണ്ടെങ്കിൽ ഒരു കാരണം അതാണ്, ഉള്ള കാര്യം പറയാം. ഇവിടെ ചില എക്സ് മുസ്ലിങ്ങളൊക്കെ പറയാറുണ്ട് സംഘപരിവാർ എന്താണ് അതിൻ്റെ കീഴിൽ അതിൻ്റെ തണലിൽ ഇസ്ലാം മത വിമർശനം നടത്തുന്നവർ ബീരുക്കളാണെന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. സത്യത്തിൽ അവരാണ് ഏറ്റവും വലിയ ബീരുക്കൾ. കാരണം എന്താണ്? അവരിന്നിങ്ങനെ ഞെളിഞ്ഞിരുന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പോപ്പുലർ ഫ്രണ്ടുകാർ അകത്ത് കിടക്കണുണ്ടാ. ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ പല ആളുകൾ, ഇപ്പോൾ ജബ്ബാർ മാഷ് ചെവിക്ക് അടി കിട്ടിയിട്ട് ചെവി കേൾക്കില്ല, ഒരു ചെവി. ആരാ അടിച്ചത്? സംഘികളാണോ? അല്ല, പോപ്പുലർ ഫ്രണ്ടുകാർ, SDP-ക്കാർ, ഇവരൊക്കെ തന്നെയാണ് അടിച്ചത്. അപ്പോൾ ഇന്ന് അവർ അകത്താണെന്നുള്ള ധൈര്യത്തിലാണ് സത്യത്തിൽ അവർ ഈ പറയുന്ന സ്റ്റേജിലൊക്കെ വന്നിരുന്നിട്ട് ഇതേപോലെ ഇരുന്ന് പറയുന്നത്, പച്ചയ്ക്ക് പറയുന്നത്. ഇവർ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിത് ചെയ്യൂ. അപ്പോൾ ഇവരാരാ അകത്തിട്ടത്? ഈ മോദി സർക്കാരല്ലേ. അപ്പോൾ ആ ധൈര്യത്തിലല്ലേ അവരിരുന്ന് ചെയ്യുന്നത്. എന്നിട്ടാണ് അവർ പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ് ബീരുക്കളെന്ന്. ഉളുപ്പുണ്ടെന്ന് എനിക്ക് അവരോട് ചോദിക്കാനുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ കാണുന്ന കാര്യമാണ്. ദ മൊമെന്റ് അവർ പുറത്തു വരുന്നു, അല്ലെങ്കിൽ അവരുടെ ബാൻ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഇവരൊക്കെ മാളത്തിൽ ഒളിക്കും. ഹമാസ് എങ്ങനെയാണോ ഒളിച്ചത് അതേപോലെ ഒളിക്കും. അതാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഈ തരത്തിലുള്ള ചില കപടവാദങ്ങളും ഈ കപട മതേതരത്വം കൊണ്ടു നടക്കുന്ന ആളുകൾ. അതുപോലെ ഞാൻ അവരെ വിളിക്കാറ് അൽ ജുക്തിവാദികൾ എന്നൊക്കെയാണ് വിളിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ജമിയത്തുൽ ഉലമ എന്നൊക്കെ പറയുന്ന മാതിരി ജമിയത്തുൽ ജുക്തിവാദികൾ എന്നാണ് വിളിക്കുക.
കുറേ അങ്ങനെ ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറേ യുക്തിവാദികളുണ്ട്. അവർ ഈ യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളില്ല. അതാണ്. അപ്പം ഞാൻ പറയാ, ടെറർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതൊരു ഗ്ലോബൽ ഫിനോമിനനാണ്. അതിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അത് കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്നു, അത് കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഓർഗനൈസ്ഡ് അല്ലാതെ ലോൺ വോൾഫ് അറ്റാക്സിലേക്ക് പോകുന്നു. കുറേയും കൂടി ഹോം ഗ്രോൺ ആയിട്ടുള്ള ആളുകളെ പെടുത്തിയിട്ട് അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഴയ പോലെ എളുപ്പമല്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ 2 വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. ഒന്നുകിൽ താജിക്കിസ്ഥാൻ ചെയ്ത പോലെയും UAE ചെയ്ത പോലെയും ചെയ്യുക, അത് കണ്ണും പൂട്ടി മോദി ആണെങ്കിലും ആരാണെങ്കിലും അത് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. 2, മുസ്ലിങ്ങൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത് തടയുക എന്നുള്ളതാണ്. ഈ ടെററിന് ഒരു പരോക്ഷ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതായാലും ഡയറക്റ്റ് സപ്പോർട്ടായാലും അതിനെ എംപത്തൈസ് ചെയ്യുന്ന നോർമലൈസ് ചെയ്യുന്നതിനൊക്കെ നിൽക്കുന്ന നിലപാടുകളായാലും ഇതൊക്കെ തിരുത്തുക. ഇതിനെ കോൾ ഔട്ട് ചെയ്യാൻ മുസ്ലിങ്ങൾ തന്നെ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ തന്നെ ഇത് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഇതുപോലെ വിസ്ഡം ഗ്രൂപ്പിൽ നടക്കുന്ന ഈ ചർച്ചകളിലൂടെ ഒരാൾ തീവ്രവാദിയാകാം. ഇപ്പോൾ പി സ്കൂളിൽ നിന്നാണ് ഒരു മാഷ് പോയിട്ട് ഈ ISISലേക്ക് ചേർന്നത്, MM അക്ബറിൻ്റെ സ്കൂളിൽ നിന്ന്. അല്ലാതെ സരസ്വതി വിദ്യാനികേതനിൽ നിന്നല്ല ആരും പോയിട്ട് ഈ പറയുന്ന ISISലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ജോലിക്ക് പോകുന്ന അധ്യാപകനായാലും അധ്യാപികയായാലും, പണ്ടൊക്കെ അധ്യാപകന്മാരെ പേടിച്ചാൽ മതി, ഇപ്പോൾ താത്തമാരെയും പേടിക്കേണ്ട അവസ്ഥയാണ്. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം പണ്ട് ജുബയും താടിയൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് പേടിയും. ഇന്നിപ്പോൾ ഇതിൽ അറസ്റ്റ് ചെയ്ത ഒരു വൈറ്റ് കോളർ ഒരു ഹിജാബിയാണ്. അപ്പോൾ ഹിജാബ് ഇട്ട തീവ്രവാദി അങ്ങനെ വേണം പറയാൻ, അങ്ങനെയുള്ളൂ. അപ്പോൾ അതുപോലെ ഇന്ന് പേടിക്കേണ്ട അവസ്ഥയാണ്. ആളുകൾ നോക്കുമ്പോൾ ഹിജാബ് ഇട്ടാണെങ്കിലും ഇനിയിപ്പോൾ പേടിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു പോംവഴി, ഇത് പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് മുസ്ലിങ്ങളെ കുറച്ചും കൂടി ബോധത്തോടെ ഇരിക്കുക, തീവ്രവാദത്തിലേക്ക് എത്തിപ്പെടുന്നത് സ്വയം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അത് തീവ്രവാദികളെ തള്ളി പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരാൾ പോലും, മുസ്ലിം ലീഗൊക്കെ ഇവിടെ ഉണ്ട്, ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് പറഞ്ഞോ ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം ഇത് ജിഹാദിനെ ആർക്കും തള്ളി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ പോലും അത് ഇസ്ലാമിന് ബന്ധമില്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞു നടന്നിരുന്നത്. പിന്നെ മുണ്ടുപൊക്കി നോക്കിയത് പിന്നെ മറ്റേ ട്രെയിനിൻ്റെ സമയം നോക്കാനാണോ എന്ന് ചോദിച്ചാൽ അതാണ്. ഇത് എങ്ങനെയാണ് ഇവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? കലിമ ചൊല്ലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഏത് മതമാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ചൊല്ലിക്കുന്നത്? ഇതറിയാത്ത ആളുകളല്ലല്ലോ ഇവിടെ. അതാണ് പ്രശ്നം. ഓക്കെ, വന്ദേ ഭാരതിൽ ഗണഗീതം ആലപിച്ചല്ലോ. ഇപ്പൊ ഗണഗീതം എന്ന് പറയുമ്പോൾ തന്നെ അത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ. അപ്പോൾ ആരിഫിന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഗണഗീതം ആലപിച്ചത് ശരിയാണോ തെറ്റാണോ? ഗണഗീതം അതൊരു ഒഫീഷ്യൽ പരിപാടിയൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, കുട്ടികൾ അതിനകത്ത് എന്തോ പാടി, അത് അവർ വീഡിയോ എടുത്തിട്ടു, അത് ആളിലേക്ക് പോകുന്നു, അത് അവരുടെ സ്കൂളിലേക്ക്. ഈ ഗണഗീതം എന്ന് പറയുന്നത് തന്നെ ഞാനൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ സ്കൂളിൽ നമുക്കറിയുന്ന ആളുകളൊക്കെ പാടുന്ന ഒരു ഗാനമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സ്കൂളിൽ ഈ അസംബ്ലിയിലൊക്കെ ചില ഇതിനകത്തൊക്കെ പാടുന്ന പരിപാടികളിൽ സംഘഗാനമായിട്ടൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ട് പാടി എന്നതിൻ്റെ പേരിൽ എന്താണ് ഇത്ര പ്രശ്നം? ഇനി ആ പാട്ടിൽ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഏതെങ്കിലും ഇന്ത്യ തകർക്കണമെന്നോ അങ്ങനെ വല്ല സാധനമാണ്, അല്ലെങ്കിൽ വേറെ ദൈവമൊന്നുമില്ല, ഇത് മാത്രമേ ദൈവമുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്ന വല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എതിർക്കുന്നതിനത്. ഈ പാട്ട് നിങ്ങൾ മലയാളത്തിൽ കേട്ട് കഴിയുമ്പോൾ അതിൽ എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്? അപ്പം നല്ല കാര്യം ആണെങ്കിൽ പോലും അത് സംഘപരിവാർ പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ എന്തോ ഒരു ആലയത്തിൽ നിന്ന് വന്ന സാധനമാണ്, അതുകൊണ്ട് അതിനെ എതിർക്കണം എന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ബലാത്സംഗം ഒരു തെറ്റാണ് മക്കളെ എന്ന് ഗോവിന്ദചാമി വന്ന് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പോൾ വേടം വന്നിട്ട് പറഞ്ഞല്ലോ കഞ്ചാവ് ഹറാമാണ്, അത് ചേട്ടൻ പറയാണ് അത് എടുക്കരുതെന്ന് പറയുമ്പോൾ, നിങ്ങൾ കഞ്ചാവിൻ്റെ കേസിൽ പിടിക്കപ്പെട്ട ഒരാളാണല്ലോ, പക്ഷെ അപ്പോഴും വേടം പറഞ്ഞത് കഞ്ചാവ് അടിക്കരുതെന്നാണ്, നമ്മൾ എടുക്കില്ലേ? ഗോവിന്ദചാമി പറഞ്ഞാലും നമ്മൾ എടുക്കില്ലേ? മുഹമ്മദ് നബി പറഞ്ഞാൽ പോലും നമ്മൾ എടുക്കില്ലേ പല കാര്യങ്ങളും? അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ സംഘപരിവാറുകാർ വന്ന് ദേശസ്നേഹം വേണമെന്ന് പറഞ്ഞാൽ അതെടുക്കണേന്, അല്ലെങ്കിൽ മറ്റുള്ള അതിലെ അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞ കാര്യത്തിൽ എന്താ തെറ്റ്? കഞ്ചാവ് അടിക്കരുതെന്ന് സംഘപരിവാറുകാർ വന്ന് പറഞ്ഞാൽ നിങ്ങൾ കഞ്ചാവ് അടിക്കാൻ പറയുമോ? ഇല്ല. നല്ലതാണെങ്കിൽ എടുക്കുക. അത് ഇനിയിപ്പോൾ ഒഫീഷ്യലാണോ അല്ലയോ? അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടത്. ഇപ്പോൾ ഈ ഗോവധത്തിൻ്റെ വിഷയം വരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് സംഘപരിവാർ ഹിന്ദുത്വം ആകെ പ്രശ്നമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ഇവിടെ ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ ഈ പശുവിൻ്റെ പേരിലുള്ള പ്രശ്നം, അതായത് സവർക്കറിനെ നമ്മൾ തള്ളിപ്പറയണം. സവർക്കർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സവർക്കർ ഈ ഗോരക്ഷയ്ക്കെതിരായിരുന്നല്ലോ. ഈ ഹ്യൂമാനിറ്റിക്ക് മുകളിലേക്ക് ഗോരക്ഷ ഒരു പ്രശ്നമായിട്ട് മാറി, നമ്മളുടെ എക്സിസ്റ്റൻസിന് പോലും അത് ത്രെട്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ സാധനത്തിനാണ് എടുത്ത് കളയേണ്ടതെന്ന് പറഞ്ഞ ആളാണ് സവർക്കർ. അപ്പോൾ സവർക്കർ ഈ ഗോരക്ഷയ്ക്കെതിരായിരുന്നു. ഈ അമിതമായ സൂപ്പർസ്റ്റീഷൻ കൊണ്ടുവച്ചുകൊണ്ട് പശുവിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നതിനോടൊന്നും പുള്ളിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളത് എടുക്കുമോ?
എടുക്കില്ല. അപ്പോൾ അതെന്താ എടുക്കാത്തത്? അപ്പോൾ സവർക്കർ പറഞ്ഞത് ഗോരക്ഷയ്ക്കെതിരില്ല, അപ്പോൾ നിങ്ങൾ പറയുന്നത് ഗോരക്ഷ വേണമെന്നാണോ പറയുന്നത്? അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത്, ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം നമ്മളോടൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ എന്താണ് കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞൂടെ, ഇതാക്കിക്കൂടെ. ഞാൻ പറയുന്നത്, ഞാൻ ആരെന്നുള്ളതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നല്ല ഭംഗിയിൽ പറഞ്ഞു എന്നതിൻ്റെ പേരിലോ അല്ല നിങ്ങളൊരു കാര്യം എടുക്കേണ്ടത്. എടുക്കേണ്ടതാണ് നിങ്ങൾ എടുക്കുക, തള്ളേണ്ടാണ് ഈ തള്ളുക. അത് നന്നായിട്ട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ വളരെ മോശം കാര്യം നിങ്ങൾ എടുത്താൽ എങ്ങനെ ഇരിക്കും? വളരെ മോശമായ ഒരാൾ നല്ലൊരു കാര്യം പറഞ്ഞു എന്നിട്ട് പോലും നിങ്ങൾ ആ സാധനം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് പാടില്ല. നമ്മൾ ഇനി പോട്ടെ, ഇനിയിപ്പോൾ RSS ആണ് ഈ ഗാനം തന്നെ കൂട്ടെ. RSS ഇവിടുത്തെ നിരോധിത സംഘടനയൊന്നുമല്ലല്ലോ. ഇന്നിവിടെ രാജ്യത്ത് ഇവർക്ക് ലീഗലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി തന്നെയാണ്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അങ്ങനെ ആരെയും ഡിമോണൈസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാന്നാണ് ഞാൻ പറയാം. ബാങ്ക് പോലും ഇവിടെ വിളിക്കാൻ പറ്റുന്നു, പിന്നെയാണോ ഈ ഗണഗീതം എന്നാണ് ഞാൻ ചോദിക്കുക. അവരുടെ സ്കൂളിൽ അവരുടെ ഭാഗമായിട്ട് പറയുന്ന കാര്യം. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു സാധനം ഇവിടെ പൊന്തി വന്നിരുന്നല്ലോ, ഒരു മദ്രസയിലെ ഒരു നമ്മളുടെ ജനഗണമന, അതിനെ ഒരു പാരഡി വലിച്ച്, അതൊന്നും ഇവിടെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബാങ്കിന് ഒരു പാരഡി ഉണ്ടാക്കിയപ്പോൾ ഇവിടെ വലിയ പ്രശ്നമായിരുന്നു, ഡിങ്കബാങ്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാരഡി മൊത്തത്തിൽ നിരോധിക്കണം, അതാണ് ഞാൻ പറയാം. അപ്പൊ പറഞ്ഞു വന്നത്, ഇതൊരു അത് AI ലിറിക്സ് നമ്മൾ ഉണ്ടാക്കും, ബാക്കി പാട്ട് AI വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. ഇന്നിപ്പോൾ സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെററിസത്തിന് അവർ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൗണ്ടർ ടെററിസത്തിന് നമ്മൾ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെ വഴി. അത് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഗണഗീതം പാടുന്നവർ പാടട്ടെ. അത് ഇപ്പം എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരു മൈലേജ് പറയുന്ന വലതുപക്ഷത്തിന് കിട്ടി. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്കം. അപ്പം നിങ്ങളുടെ ലക്ഷ്യം ഈ പറയുന്ന സാധനത്തിന് തളർത്തുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഇതുമാതിരിയുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക, മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതെങ്കിലും ചെയ്യുക. അവരവിടെ പാടി അത് ആ വഴിക്ക് അങ്ങ് പോയാൽ തീർന്നു. ഇനി എതിർക്കേണ്ട സാധനങ്ങൾ വേറെ ഇല്ലേ? അതല്ലേ നമ്മളിവിടെ എതിർക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എതിർക്കുക? ഇപ്പോൾ ജാതി വ്യവസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എതിർക്കാമല്ലോ, അതെന്താ നിങ്ങൾ ചെയ്യാത്തത്? അപ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ സുരേഷ് ഗോപി, എന്താണ് പശു അത്രയും നല്ല ജന്തുവാണ്, അകിടിയിൽ നിന്ന് നേരെ പോയി കുടിക്കണം, അതാണ് ഏറ്റവും ശുദ്ധമായ പാല് എന്നൊക്കെയാണ് ഈ പറഞ്ഞ സുരേഷ് ഗോപി പറഞ്ഞത്. അതിനെന്താണ് ആരും എതിർക്കാത്തത്? ട്യൂബർക്ലോസ് കിട്ടാൻ വേറെ ഒന്നും വേണ്ട, അപ്പം ചാവും, അതാണ് ഉണ്ടാവുക. പശു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി കെട്ടിപ്പിടിച്ചുണ്ടാവുന്ന ഒരു ഈ എന്താണ് റോ മിൽക്ക് എന്ന് പറയുന്നത്, അത് തന്നെയാണ് നമ്പർ 1 കോസ് ഓഫ് ട്യൂബർക്ലോസിസ്, ബൊവൈൻ ട്യൂബർക്ലോസിസ്. അപ്പോൾ നമ്മൾ പാസ്ചറൈസ് ചെയ്ത് കുടിക്കണം എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം റോ മിൽക്കാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. നേരിട്ട് പോയി കുടിക്കാന്ന് പറഞ്ഞാൽ പറയും വേണ്ട, എന്തെല്ലാം അസുഖങ്ങൾ നമുക്ക് കിട്ടും, എത്ര ബാക്ടീരിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറുന്ന അവിടെയാണ് ഇപ്പോൾ ഈ ഗോമൂത്രത്തിൻ്റെ കഥ പോലും വരുന്നത് അവിടെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എതിർക്കേണ്ടതിനെ നമ്മൾ എതിർക്കുക, സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിലനിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാം, ഇപ്പോൾ ദേശസ്നേഹം എന്ന് പറയുമ്പോൾ എന്തോ വലിയ അപരാധമാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാറ്, നിങ്ങളൊരു നാഷണലിസ്റ്റ് ഒന്നും ആവണ്ട. നാഷണലിസ്റ്റ് ആകുമ്പോഴാണല്ലോ നിങ്ങൾ സംഖ്യയായിട്ട് വന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മിനിമം നിങ്ങളുടെ പഞ്ചായത്തിനെങ്കിലും സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളൊരു പഞ്ചായത്തിസ്റ്റെങ്കിലും ആവുക എന്നാണ് ഞാൻ പറയും. അതിനെങ്കിലും സ്നേഹിക്കുക. അവിടുത്തെ വാർഡ് മെമ്പർ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങൾ ആ പഞ്ചായത്ത് നേരെയാക്കിയാൽ മതി. എല്ലാ പഞ്ചായത്തും അങ്ങനെ നേരാക്കാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിചാരിച്ചാൽ നാട് നന്നാവില്ലേ? ഇത് എല്ലാത്തിനും നമ്മുടെ നാട്ടിൽ ഈ തെങ്ങിന് മറ്റേ മണ്ടരി ബാധിക്കുന്നതിന് മോദിനെ കുറ്റം പറയുന്ന അവസ്ഥയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അത് നിർത്തണം. ഇതൊരു ഒഴിവഴിവ് പറയുന്നൊരു സാധനമായിട്ട് മാറുകയാണ്. അതൊരു പൊളിറ്റിക്സിലെ ഒരു വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. നമ്മളുടെ കുറവ്, നമ്മളുടെ കുഴപ്പം, അത് നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്ത് അത് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ള അതിവിടെ നടക്കുന്നില്ല. എല്ലാത്തിനും പഴി ചാരാൻ ഒരാൾ, പണ്ടൊക്കെ ദൈവമായിരുന്നു, ഇന്നിപ്പോൾ മോദി ഉണ്ട് എന്നുള്ളതാണ്. അതാണ് കഥ. അതെ, അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ്. ഇപ്പൊ എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ഇനിയിപ്പോ ഞാൻ ചോദിക്കാൻ പോകുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ആരിഫ് ഹുസൈന് ഒരു വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടോ? ഒരു രാഷ്ട്രീയമുണ്ടോ? വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ശക്തമായൊരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷമില്ലാതിരിക്കുക, അവിടെയാണ് നമുക്ക് രാഹുൽ ഗാന്ധിനോട് അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിനോട് നമുക്ക് ദേഷ്യം വരുന്നത്. ഇപ്പം മോദിയെ നമ്മൾ എതിർക്കുന്നു, പറയുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പ്രതിപക്ഷമില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനാധിപത്യ സംവിധാനം മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ പ്രതിപക്ഷത്തെ നമ്പിക്കൊണ്ട് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രതിപക്ഷം
വരുവോ പോവുകയോ ചെയ്തോട്ടെ, പക്ഷേ ഇവിടുത്തെ ജനങ്ങളാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം. അവരെ എംപവർ ചെയ്യുന്ന രീതിയിൽ ഈ ഓപ്പോസിഷൻ എന്ന് പറയുന്ന സംഗതിയെ ഡെമോക്രാറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പുതിയ ഒരു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അതാണ് പുതിയ ഒരു ഡിജിറ്റൽ പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ നിലവിലുള്ള പൊളിറ്റിക്സിലേക്ക് കയറിക്കൊണ്ട് ഏതെങ്കിലും സീറ്റ് വാങ്ങിച്ച് ഒരു മൂലയിൽ പോകുക എന്നുള്ളതല്ല. ഏത് പാർട്ടി വന്നാലും അവർക്ക് നമ്മളൊരു പേടി സ്വപ്നമായിരിക്കും, നമ്മളായിരിക്കും ഇവിടുത്തെ പ്രതിപക്ഷം. അങ്ങനെ പ്രതിപക്ഷത്തെ നമ്മൾ ഒരു രാഷ്ട്രീയ ശക്തിയാക്കിയിട്ട് വളർത്തുക, അതിൽ ജനങ്ങൾക്ക് വോയിസ് ഉണ്ടാക്കുക, അതിന് അവർക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കുക. പാർലമെൻറ്റിന് പുറത്തൊരു പാർലമെൻറ്റ്, ഒരു പ്രതിപക്ഷ പാർലമെൻറ്റ്, അതൊരു വിർച്വൽ പാർലമെൻറ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരിക. ഇതാണ് നമ്മളുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതൊരു ഡെമോക്രസിയെ എംപവർ ചെയ്യുന്നതിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു ലോകത്താരും അത് ചെയ്തിട്ടില്ല ആ ഒരു മോഡൽ. അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അത് നടക്കും. അതിൻ്റെ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക, ഐഡിയ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കുറേ ആളുകളെ കണ്ടെത്തണം, ഇത് മനസ്സിലാകുന്ന ആളുകളെ കിട്ടണമല്ലോ, അത് കിട്ടാനാണ് പാട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നുള്ളത് ഇതിൻ്റെ ഒരു IT ബാക്കപ്പാണ്, ബാക്ക് ബോൺ ആണ് ഇതിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഒരു വശം എന്ന് പറയുന്നത്. കാരണം ഇത് ഹാക്ക് ചെയ്താൽ നമ്മൾ പ്രതിപക്ഷം പൊളിയും. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. നമ്മളുടെ രാഷ്ട്രീയം അതാണ്, പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തുക, ജനാധിപത്യത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് കൂടുതൽ വോയിസ്ഫുൾ ആക്കാനുള്ള വേദിയാക്കി മാറ്റുക, അത് ജനാധിപത്യത്തെ കൂടുതൽ ജനാധിപത്യപരമാക്കുക എന്നുള്ളത്. യെസ്, അതാണ്. അതിൽ കുറവുള്ളവർ കുറവ് പറയും, ഗുണമുള്ളത് ഗുണമെന്ന് പറയും. അത് ഈ ഒരു കൊലത്തൊഴിലായിട്ട് മാറില്ല. അതായത് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തോളണം, മോദി എന്ത് ചെയ്താലും അതിനെ എതിർത്തോളണം, ആ നിലപാട് നമുക്കില്ല. മോദി നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത. കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയൻ നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത. അത് നമ്മൾ വിത്ത് ഡേറ്റ അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക, അവരുടെ വോയിസ് പുറത്തു കൊണ്ടുവരാൻ നോക്കുക. ഇതാണ് ചെയ്യുക. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായത് ആരിഫ് ഹുസൈനാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആരിഫ് ഹുസൈനിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കമൻസ് ആണ് വരിക എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ഏത് തരം കമന്റ് വന്നാലും തെറി എന്തായാലും കാണും. തീർച്ചയായിട്ടും കാണും, അതെന്തായാലും ഉണ്ടാവും, എൻ്റെ മേലെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് കുറെ ആളുകൾ നമ്മൾ പറയുന്ന പോലെ, അതായത് ഇത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട് സമൂഹത്തിൽ. പൊതുവെ ഈ നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, സംസാരിക്കുന്ന ആളുകൾ ആര് തന്നെയായാലും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ പറയും, നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ഥിരമായിട്ട് കൊടുക്കുന്നൊരു മെസ്സേജിങ് എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ കേൾക്കുന്ന ആളുകൾക്കൊന്നും ബുദ്ധിയില്ല, ബോധമില്ല, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. ഇതാണ് അവിടെ സ്ഥാപിക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ് പറയുന്നത്. നമ്മൾ നിങ്ങൾക്കുള്ള ഫുഡ് മാത്രമേ തരുന്നുള്ളൂ, ടു തിങ്ക്. ഓക്കെ, അപ്പം ബാക്കി നിങ്ങളാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്വയം അന്വേഷിക്കുക, പോയി തപ്പുക, സത്യമാണോ എന്ന് നോക്കുക, പിന്നെ ഇത് കൂടുതൽ അന്വേഷിക്കുക, ഇത് വേറെ എവിടെയെങ്കിലും ആരെ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ പോയാലേ ഈ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ ആദ്യം സമ്മതിക്കുന്നതോടെ തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ വേർതിരിവ് വരുന്നത്, ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. പൊതുവെ നമ്മുടെ രാഷ്ട്രീയത്തിലും പൊതുവെ ആളുകൾ ഇപ്പോൾ ഈ മതവേദികളിലൊക്കെ സംസാരിക്കുമ്പോൾ കാണുന്നത് നേരെ തിരിച്ചാണ്. എനിക്ക് അറിയൂ, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവില്ല. അപ്പോൾ ഇത് നമ്മൾ പറയുന്നതുകൊണ്ട് തന്നെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന ആളുകളെ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കാണുക. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അവർ തെറിയൊക്കെ വിളിക്കുമായിരിക്കും. തെറി വിളിക്കാനാണെങ്കിലും അവർ വന്നത് എന്തിനാ? ഇത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. അപ്പോൾ അതൊരു കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു, നമ്മളെ പരിപാടിയിലേക്ക് വിളിച്ചു ആളൊരു കൗമുദി കോളിംഗ് ആണോ? അതെ. അപ്പോൾ കോളിംഗ് ഈ ഒരു ആശയമൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? ഞാൻ കൃത്യമായിട്ട് കേൾക്കാറുണ്ടോ? ഞാനിപ്പോ കേട്ട് ഞാനിപ്പോ ആരിഫ് ഹുസൈൻ്റെ ഒരു വലിയ ഫാനായി മാറി. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ആളുകൾ വിളിക്കുമല്ലോ. അപ്പോൾ അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ കൗമുദിയിൽ ഏതോ ഒരു വലിയ ആളാണ്, എനിക്കറിയില്ലായിരുന്നു വലിയ ആളാണോ ഇല്ലയോന്നൊന്നും. പക്ഷെ പുള്ളി വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം ഇത് കട്ട് ചെയ്തിട്ടപ്പോൾ പുള്ളി ഏറിപ്പോയിട്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ആഫ്റ്റർ ഓൾ നിങ്ങളൊരു അഡൾട്ടാണ്, നിങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരം ഈ പരിപാടിയിൽ വന്ന് വിളിച്ചതാണ്. എന്നിട്ട് പറഞ്ഞത് മുഴുവൻ മണ്ടത്തരായത് എൻ്റെ കുഴപ്പമില്ല, അത് എൻ്റെ കൺട്രോളുള്ള കാര്യമില്ല, നിങ്ങൾ മണ്ടത്തരം പറഞ്ഞു. അത് ലൈവ് വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതും അതും എൻ്റെ കണ്ടുള്ള കാര്യം. നിങ്ങൾ നല്ലത് പറഞ്ഞ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. അപ്പം എന്തുകൊണ്ട് ആളുകൾ എന്നോട് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറയുന്നത് മണ്ടത്തരം അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ മണ്ടത്തരം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആളുകൾ തള്ളുന്നത്, കളിയാക്കുന്നതൊക്കെ. അപ്പോൾ ഡിലീറ്റ് ചെയ്യൽ
ഇറ്റ്സ് ഇംപ്രാക്ടിക്കൽ, അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവസാനം വെച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ കമന്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തു. ആ കമന്റ് സെക്ഷൻ ഒന്ന് ഓഫ് ചെയ്യുമെന്നായിരിക്കും അല്ലേ? അത് പുള്ളി നേരിട്ടല്ല പറയുന്നത്, പുള്ളി സൈബർ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസുകാരനാണ് എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സാർ എന്താ പറയുന്നത്, എനിക്കെതിരെ വരുന്ന തെറിവിളി പോലും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല, പിന്നെയാണോ വേറെ ആൾക്ക് ഉള്ള കമന്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ ആളെ വെച്ച് ഇതെങ്ങനെ നടക്കാന്ന് ചോദിച്ചാൽ പോലീസുകാരൻ തന്നെ ചിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് കേൾക്കാനാണെങ്കിലും ആളുകൾ വരുന്നത് അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാന്നാണ് ഞാൻ പറയാം. അത് അവരെ ആ ഒരു അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചോദ്യമുള്ളവർക്ക് ഉത്തരം കിട്ടും. നമ്മളല്ലാതെ എത്രയൊക്കെ ഉത്തരമുണ്ട് ഇവിടെ വന്നോ എന്ന് പറഞ്ഞാലും ചോദ്യം ഇല്ലാത്തവന് അതൊരു എടുക്കാച്ചരക്കാണ്. ചോദ്യങ്ങളുള്ള അന്വേഷിക്കാൻ ഉള്ള ത്വര നമ്മൾ ആർട്ടിക്കിൾ 51H നമ്മൾ ഈ ഇതിൽ പറയുന്ന കാര്യം തന്നെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് പറയുന്നത് വലിയൊരു മഹത്തായ ഒരു ആശയമെന്നാണ് ഞാൻ പറയാം. അത് എല്ലാവർക്കും ഉണ്ടാവണം. അതൊക്കെയാണ് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത്. ഈ മദ്രസ ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ പറയാം, ഈ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് സ്കൂളുകളിൽ രാവിലെ ഈ ആർട്ടിക്കിൾ 51H മാത്രം അതൊരു പ്രതിജ്ഞയായിട്ട് എടുപ്പിക്കുക. അത് മാത്രം മതി. കുട്ടികൾ ബാക്കിയുള്ള സാധനത്തിലേക്കൊക്കെ അത് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം. അതായത് ഒരു എഞ്ചിൻ്റെ ബാറ്ററി പോലെയാണ് ഈ സാധനം. നിങ്ങൾക്ക് വലിയ സാധനമൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്, ബാറ്ററി ഇല്ലെങ്കിൽ ഇത് റൺ ചെയ്യും എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഈ സിസ്റ്റം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വേണം. ഒരു റിഫോമിനുള്ള ത്വര, സയൻറ്റിഫിക് എൻക്വയറി നടത്താനുള്ളൊരു ത്വര, ഒരു അന്വേഷണാത്മക ഒരു സ്വഭാവം, ഒരു ശാസ്ത്രീയ മനോവൃത്തി, ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഏത് സാധനവും നമുക്കിവിടെ മികച്ചതാക്കാൻ പറ്റും, റൺ ചെയ്യിക്കാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും, റിഫോം ചെയ്യാൻ പറ്റും, അതിനെ പ്രശ്നങ്ങളെ തടയാൻ പറ്റും. അതില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്. കാരണം നമ്മൾ അന്വേഷിക്കില്ല, നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ തൃപ്തിയെ അങ്ങനെ വരുത്തി ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒക്കെ മതി, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഇതിങ്ങനെയാണ്, നമ്മൾ വി ആർ ഡൂംഡ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ ആംബിഷനെയാണ് കില്ല് ചെയ്യുന്നത്. ഞാനിപ്പോൾ നമ്മളും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പം നാട് വിട്ടു പോകുന്നതിനെ കുറിച്ചൊക്കെ. പണ്ട് ഇവിടെ ജീവിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട്, അത് ഇത് എന്നൊക്കെ ഒരു കണക്കിന് പുറത്ത് പോകാൻ പറ്റാതെ ഇരുന്നത് ഈ ഹോമി ആയതുകൊണ്ടാണ്. കാരണം അത് വെച്ചിട്ട് അങ്ങോട്ടും പെട്ടെന്നൊന്നും ഓടിച്ചെല്ലാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ പിന്നുള്ള തടസ്സം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള തടസ്സം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോകാൻ എളുപ്പമായിരുന്നു. എഡ്യൂക്കേഷൻ ലോണും അതൊക്കെ കിട്ടി പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ അത് രണ്ടും നടന്നില്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? മറ്റേതെങ്കിലും വഴി കൂടെ പോകാനുള്ള ഈ PR എടുത്ത് പോകുന്നു, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോഴും ഞാൻ ആലോചിച്ചത്, നമ്മളിവിടെ പ്രശ്നങ്ങളുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള 2 വഴിയാണ്. ഒന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നാട് രക്ഷപ്പെടുത്തുക. അപ്പോൾ ഇവിടെ രക്ഷപ്പെടുമല്ലോ. അപ്പോൾ ഓടി രക്ഷപ്പെടുക എന്നുള്ളതൊരു വീരത്വമാണ്. നമ്മൾ നോക്കിയപ്പോൾ ഇത് പല ആളുകളും ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാതിരുന്നിട്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടാവണം ചെയ്തു നോക്കുക, ഒന്ന് ശ്രമിച്ചു നോക്കുക. നടന്ന് അത്രേ നമ്മൾ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അത് ഒരു അഹങ്കാരം എന്നൊക്കെ ചില ആളുകളൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നല്ല മാറ്റമുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ് അങ്ങനെയാണ് പല രീതിയിലും. അതിപ്പോൾ നമുക്ക് കിട്ടുന്നത് എവിടുന്ന, ഇപ്പം നാട്ടുകാർ കമൻ്റ് ഇടുന്നതിൽ നിന്നൊന്നുമല്ല. ഇപ്പം ഈ പോലീസുകാരുടെ ഇടപെടൽ നമ്മളുമായിട്ട് സംഭവിക്കുന്നപ്പോൾ പോലെ നമ്മളെ കാണുന്ന ഒരു യൂട്യൂബിങ്, ഒരു ട്രോള്, അല്ലെങ്കിൽ ഒരു കോയാക്കോളിങ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാണുന്നതെങ്കിലും ഇവർ നമ്മളെ കാണുന്നത് അങ്ങനെയല്ല. ഇവർ നമ്മളെ കാണുന്നത് അവരുടെ പണി എന്തോ എളുപ്പമാക്കി കൊടുത്ത ഒരാളെ പോലെയാണ്. അതാണ് നമുക്ക് കിട്ടുന്ന ഫീൽ. അപ്പോൾ അവർ നമ്മളോട് അങ്ങനത്തെ ഒരു റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ വില മനസ്സിലാവുന്നത്. ഇതിന് ഇങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ എന്ന് തിരിച്ചറിയുന്ന അങ്ങനെയാണ്. ഈ കമൻ്റൊക്കെ അതിൻ്റെ ചെറിയ ഓൺ ദ ടോപ്പ് എന്ന് പറയുന്ന മാതിരിയേ ഉള്ളൂ അത് ഫീഡ്ബാക്സ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ കമൻറ്റിലൂടെയും കോളിലൂടെയും അല്ലാതെ മെസ്സേജായിട്ടൊക്കെ വരുന്ന സാധനം അത് വേറെ തന്നെയാണ്. പിന്നെ വേദികളിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഫീഡ്ബാക്സ് അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും മികച്ചത് വിതിൻ ദ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ കൗണ്ടർ ടെററിസം. അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നമുക്ക് തരുന്ന ഫീഡ്ബാക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മളിലൂടെ തന്നെ കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, 10ാം ക്ലാസ് 11ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമിലേക്ക് എത്തിപ്പെട്ടുള്ള ആളുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. അവരുമായിട്ട് മണിക്കൂറുകളോളം ഇപ്പോൾ നമ്മളിന്ന് സംസാരിച്ച് അവരെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥ, അങ്ങനെ എത്ര ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടി വരുന്ന എങ്ങനെയാണ്? അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇവിടുത്തെ ഈ കൗണ്ടർ ടെററിസം ഗ്രൂപ്പായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺസൾട്ടഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഭാഗമാവാൻ നമുക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയാം, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റാഡിക്കലൈസ് ചെയ്യപ്പെട്ടതായിട്ട് തോന്നിയാൽ അത് ഒന്നുകിൽ നമ്മളെ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ NIA അതുപോലുള്ള ബോഡീസ് ഉണ്ട്, അവരെ നിങ്ങൾ നേരിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. കൊച്ചിയിലെ ഓഫീസുണ്ട്, അതിൽ വിളിച്ച് പറയാം, പ്രൊഫൈൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം, അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്യാന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്. മോദി ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ചെയ്യലാണ്. മോദി ചെയ്യുമ്പോൾ എന്താണ്, ഒരു പഞ്ചായത്തിൽ എല്ലാവരും അരിച്ചു പറക്കേണ്ടി വരും. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് സംശയമുണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ സംശയിക്കുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ റിപ്പോർട്ട് കൊടുത്താൽ
അവരെ മാത്രം പിൻ പോയിന്റ് ചെയ്ത് അന്വേഷിക്കാൻ പറ്റും, അവരെ ട്രാക്ക് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ആ ഒരു സർക്കിളിലുള്ള ആൾക്കാർ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഒരു സൊസൈറ്റി ലെവലിൽ ഒരു പോലീസിങ്, ഈ പറയുന്ന ഒരു കൗണ്ടർ ടെററിസം പോലീസിങ് ഇന്ന് നമ്മൾ നാട്ടുകാരെ ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറയാം. ആ രീതിയിൽ എന്ന് വെച്ചാൽ അവരെ കയ്യാങ്കളി ചെയ്യണമെന്നല്ല, വിജിലായിട്ട് ഇരിക്കുക, നമുക്ക് കിട്ടുന്ന ആ ഒരു സിഗ്നൽസ് നിങ്ങൾ കൈമാറുക, അവർ അത് ഒഫീഷ്യലി ചെയ്യുന്ന ആളുകൾ അവരത് അന്വേഷിക്കുക. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ ഇങ്ങനെ വെറുതെ കളയില്ല അത്രയും ഇൻഫർമേഷൻ. ചെറുതാണെങ്കിൽ പോലും അവരത് എടുക്കും. ഇപ്പം ഈ ഒരു സാധനം തന്നെ ഒരു പോസ്റ്ററിൽ നിന്നാണ് ഇത്രയും വലിയൊരു സംഗതിയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ആ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു, അതിൻ്റെ പിന്നാലെ പോയ അന്വേഷണമാണ് ഇന്നിപ്പോൾ കാണുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചത്, ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ ഈ വിഷയത്തിലേക്ക്. എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ കാണുന്ന എന്തെങ്കിലും ഒരു ചെറിയ സാധനം, നിങ്ങൾ സ്ഥിരമായിട്ട് മുസ്ലിങ്ങളോടൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്, നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന പള്ളിയിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു താടി മൊഴിയൊക്കെ നീട്ടി ഇതേപോലെ സ്ഥിരമായിട്ട് തമ്പടിക്കുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലൊന്ന് പറയാം, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, എന്തോ സംതിങ് ഫിഷി നിങ്ങൾക്ക് തോന്നിയാൽ അത് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ അവർ പറയുന്നതിൽ എന്തെങ്കിലും തീവ്രവാദപരമായിട്ടുള്ള വളരെ ഇങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ശ്രദ്ധയിൽപ്പെട്ട അത് അറിയിക്കുക. ഇത് നിങ്ങൾ നേരിട്ട് പോയി പറയണമെന്ന് പോലുമില്ല, ഇവരുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഒഫീഷ്യൽ ഇമെയിൽ ID ഉണ്ട്, അതിനകത്തൊക്കെ അയച്ചാൽ മതി. ഇതൊക്കെ ഇങ്ങനെയാണ് സൊസൈറ്റിക്ക് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത് ആർക്കും ചെയ്യാന്നാണ് ഈ പറയുന്നത്. അപ്പോൾ പല ആളുകളും നമുക്ക് ഫോർവേഡ് ചെയ്യുന്നത് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, കാരണം നമ്മൾ ഇവരായിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻകറേജ്മെൻറ്റ് അത് ഒരു വലിയ ഫാക്ടർ ആയതുകൊണ്ടും കൂടിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കമൻ്റൊന്നും നമ്മളിതിനകത്ത് ബോധേഡാവണ്ട എന്നുള്ളതാണ്. അത് വരട്ടെ, അതിനകത്തുള്ള കൊലവിളി പോലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാം എന്നുള്ളതാണ്. അങ്ങനെ പലരെയും പൊക്കിയിട്ടുണ്ട്. അങ്ങനെ പൊക്കിയതാണല്ലോ പഹൽഗാമിന്റെ സമയത്ത് ഒരു പയ്യനെ ഇതേപോലെ പൊക്കിയിരുന്നു, ഇതേപോലെ കമന്റ് ഇട്ടിട്ട്. അപ്പൊ അതൊക്കെ സംഭവിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരും യെസ്, അതും തെളിവാണ്. അപ്പോ ആഗ്രഹപ്രകാരം താങ്കൾ സ്വപ്നം കാണുന്ന ആ വളരെ ഇപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പ്രതിപക്ഷത്തെ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്, അങ്ങനെയാണ് സ്വപ്നം കാണുന്നത്, അതിനാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് സ്ട്രോങ്ങസ്റ്റ് ആൻഡ് എറ്റേണൽ ആയിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം ഇങ്ങനെ സംവദിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചതിൽ. താങ്ക് യു. പറയാൻ പലതും ഉണ്ട്, ഒരു വര കൂടി വരാം. ഒരുപാട് ചോദിക്കാനും ഉണ്ട്, അപ്പൊ ഒരു വര കൂടി വരേണ്ടി വരും. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്.